സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മൾക്ക് ഒരു വ്യത്യസ്തമായ മിമിക്രിയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ത് മിമിക്രിയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവൻ ഉള്ള വസ്തുക്കളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ജീവികളിൽ നിന്ന് നമുക്ക് എങ്ങനെ, ചില പ്രത്യേകത പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് അല്ലെ, എങ്ങനെ പ്രകൃതിയിലുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും യോഗാസനത്തിന്റെ പേരൊക്കെ പറയുമ്പം ആ പേരുകൾ കേട്ടാൽ മതി, ഇവിടെ എല്ലാം ഒരു ബയോമിമിക്രി സംഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ബയോമിമിക്രിയുടെ അർത്ഥതലങ്ങളെ മനോജ് സാറിന്റെ വേർഷനിലൂടെ ഒന്ന് കേൾക്കാം. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, once again on this wonderful platform. ഒരു ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു തീം പ്രസൻറ്റ് ചെയ്യാൻ കിട്ടിയത് നല്ല അവസരമാണ്. താങ്ക് യു. ഞാൻ കുറേ ദിവസമായിട്ട് സാറിപ്പോൾ പറഞ്ഞ പോലെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാനും കുറേ ദിവസമായിട്ട് ആബ്സെൻ്റ് ആയിരുന്നു, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. കുറേ ഏതാണ്ട് ഒരു 3 ആഴ്ചയോളമായി. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്, ബാക്ക് ടു ഹോം. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഒരു തീം എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂട്ടിക്കുന്നത്. സോ വെൽക്കമിങ് ഓൾ ദോസ് ആർ ഇൻ ദിസ് പ്ലാറ്റ്ഫോം. അപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങാം. നമ്മുടെ ഈ സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. മിമിക്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? ശരിക്കും ഇപ്പോൾ സാബു സാർ പറഞ്ഞു മിമിക്രിയുടെ കാര്യം. എല്ലാവർക്കും അറിയാം മിമിക്രി എന്താണെന്ന്. അനുകരണം. ഓക്കെ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ വേർഡ് കേൾക്കുമ്പോൾ ചിരിയായിരിക്കാം ആദ്യം വരുന്നില്ലേ? മിമിക്രി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഒരു എന്താണ്, ഹാസ്യത്തിൻ്റെ ഭാവമാണുള്ളത്. കാര്യം അതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കുറേ അധികം മിമിക്രി കലാകാരന്മാരുടെ പരിചിത മുഖങ്ങൾ ഇപ്പോൾ പലരിൽ ഇരിക്കുന്നവരെല്ലാവരും തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് പറയേണ്ട ഒരു ആവശ്യമില്ല. കാര്യം കേരളത്തിൽ മിമിക്രി കലാകാരമെന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന, ഒരു ഇൻട്രഡക്ഷനും ആവശ്യമില്ലാത്ത സിനിമാ താരങ്ങളെക്കാളും പോപ്പുലറായിട്ടുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ മിമിക്രി കലാകാരന്മാർ, മിമിക്രി ആർട്ടിസ്റ്റുകൾ. ശരിക്കും അവരെന്താ ചെയ്യുന്നത്? അവരുടെ അനുകരിക്കുക. പക്ഷേ ഈ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമാണോ ജ്യോതികുമാർ സാറേ? അനുകരണം. അസാധാരണമായ അനുകരണം അല്ലെ സാർ? അസാധാരണമായ അനുകരണം. അസാധാരണം തന്നെ, അസാധാരണം ശരിക്കും. യെസ്, അതെ. അപ്പോൾ അനുകരണം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചും കല തന്നെയാണ്. ശരിക്കും ഒരു വലിയ കല ഹൃദയമുള്ളവർക്കും എങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് അങ്ങനെ അത്ര പ്രേക്ഷകരുടെ മനസ്സിൽ അത്രമാത്രം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇത് കമ്പാരിസൺ ആണല്ലോ. വേറൊരാൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ വേറൊരാൾ കേട്ട കാര്യം അത് അതേപടി അനുവാചകരിൽ അല്ലെങ്കിൽ കേൾവിക്കാരിൽ എത്തിക്കണം. പാടാണ്. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ മിമിക്രി കലാകാരന്മാരെ ശരിക്കും ശ്രദ്ധിച്ച, എനിക്ക് കുറേ അധികം സുഹൃത്തുക്കളുള്ളൊരു മിമിക്രി കലാകാരന്മാർ, വളരെയധികം സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നവരും മിമിക്രി തുടങ്ങിയ കാലം മുതലും, ഞാൻ ഈ സംഗീത ഫീൽഡൊക്കെ നടക്കുന്ന സമയത്തും ഗാനമേളകളുടെയൊക്കെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അന്ന് നടക്കുന്ന ഏറ്റവും പ്രചാരമുള്ളൊരു കലയായിരുന്നു മിമിക്രി. പലരും ഉണ്ട്, ഞാൻ ആരുടെ പേര് പറയുന്നില്ല. എല്ലാവരും വന്നിട്ട് പ്രേക്ഷകരെ അല്ലെ കേൾവിക്കാരെയൊക്കെ ഉണ്ടല്ലോ, അത്രമാത്രം രസിപ്പിച്ചതിന് ശേഷമേ അവരൊക്കെ പോവുകയുള്ളൂ. അത്രമാത്രം നൈപുണ്യമുള്ളവരാണ് മിമിക്രി കലാകാരന്മാർ. സൂക്ഷ്മമായ നിരീക്ഷണം, ഒബ്സർവേഷൻ, അതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. ഒരുപക്ഷെ നമ്മളെ കേട്ടിരുന്ന ഇപ്പോൾ എന്നെ അനുകരിക്കുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അതേമാതിരി ഞങ്ങളെയൊക്കെ നിർത്തിപ്പൊരിക്കാറുണ്ട് ചില സംഗമങ്ങളിലൊക്കെ. അപ്പോൾ അതവരുടെ ഒരു കഴിവാണ് ശരിക്കും. അത് പിന്നെന്താണ്? പഠനം. അവരാരെ കണ്ടാലും വളരെ വിശദമായിട്ട് പഠിക്കും, വ്യക്തികളെ പഠിക്കും, അവരുടെ സംസാര രീതി പഠിക്കും, അവരെവിടൊക്കെയാണ് എന്താണ് സ്ട്രെസ്സ് കൊടുക്കുന്നത്, ഗമം കൊടുക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ കൃത്യമായിരിക്കും. നമുക്കറിയാവുന്ന ഞാൻ ഈ പറഞ്ഞ മിമിക്രി കലാകാരന്മാരെ എന്ന് ഓർത്താൽ മതി. അവർ അതെല്ലാം അങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. ഒരുപക്ഷെ അവരെ കാണാതെ കേൾക്കുകയാണെങ്കിൽ മറ്റേ ആൾ തന്നെയാണെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. നിരന്തര പരിശീലനം വേണം ഈ കാര്യത്തിൽ. ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ ചിലപ്പം നമ്മളൊക്കെ ഇവർ ടി വിയിൽ കാണുകയും അല്ല സ്റ്റേജിൽ കാണുമ്പോൾ ഓക്കെ നമ്മൾ വിചാരിക്കും ഇവർ വന്ന് അങ്ങോട്ട് ഓൺ ദ സ്പോട്ടിൽ നിന്ന് ഈ പ്രകടനം കാഴ്ചവെക്കുന്നല്ല. ഞാൻ ഇവരുടെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ
സംഗീതജ്ഞരെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് സാധകം ചെയ്യുന്നവരാണ് അധികം ഈ മിമിക്രി കലാകാരന്മാരും. എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്, എല്ലാവരും ഇത് ചെയ്യും. അപ്പോൾ അതിലുപരി ഒരു സ്വതസിദ്ധമായൊരു കഴിവ് കൂടിയാണ്. ഇറ്റ്സ് എ ബോൺ ഗിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സംഗീതം പോലെ അഭിരുചി വേണം, എങ്കിൽ മാത്രമേ അനുകരണം സാധ്യമാകൂ. ഇനിയിപ്പോൾ ഞാൻ മിമിക്രിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം മിമിക്രി എന്ന് പറഞ്ഞാൽ അത്ര എന്താണ് ജനകീയ ആണ്, എന്താണ് കല തന്നെയാണ്. എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്ന, തങ്ങി നിൽക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് മിമിക്രി. മിമിക്രിയിൽ നിന്നിട്ട് എത്രയോ പേർ സിനിമാ സ്റ്റാറുകളായി മാറി. അവർ വെട്ടിപ്പിടുത്തിയ ചില്ലറ സാമ്രാജ്യങ്ങളൊന്നുമല്ല. ആലോചിച്ചു അവിടെ മലയാള സിനിമയിൽ തന്നെ. അപ്പോൾ അപാര കഴിവാണ് ആ മിമിക്രിക്ക്. ഇനി നമ്മുടെ ഈ ബയോമിമിക്രിയിലേക്ക് തിരിച്ചു വന്നാലോ? ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പകുതി ഉത്തരവായല്ലേ, ഉഷ ടീച്ചറായല്ലേ, നമുക്കൊക്കെ ബയോ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഉണ്ട് അതിനകത്ത്. എന്താണത്? ഒരു നേച്ചറായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും നമുക്ക് തോന്നാറുണ്ട്. ആ ബയോ എന്ന് പറഞ്ഞാൽ പിന്നെ അതെ, തീർച്ചയായിട്ടും അതെ. പിന്നെ ഒന്നും പറയണ്ട അല്ലേ, പ്രകൃതി അടങ്ങി അതിനകത്ത് എല്ലാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രകൃതിയെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, വെളുപ്പാങ്കാലത്ത് ഒരു 5:30-6 മണിക്കൊക്കെ എഴുന്നേറ്റ് വെറുതെ ഒന്ന് വെളിയിലോട്ട് നോക്കിയാൽ അറിയാം ശരിക്കുള്ള പ്രകൃതി എന്താണെന്ന്. എത്ര ശാന്തമാണ്, ആരോടും പരിഭവമില്ല, എല്ലാവർക്കും നല്ല തണുത്ത കാറ്റ്. കിളികളുടെ ആണെങ്കിൽ എവിടെ നിന്നൊക്കെയുള്ള കിളികൾ, എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും രാവിലെ വേണമെങ്കിൽ പ്രകൃതിയെ അറിയാം, കാണാം അല്ലേ. അപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ എല്ലാമായി. അത് പ്രകൃതി തന്നെ നമ്മളാണല്ലോ, അല്ലെ നമ്മൾ പ്രകൃതിയാകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അപ്പം ബയോമിമിക്രി എന്ന് പറഞ്ഞാലും നമ്മൾ പരിശോധിക്കാൻ പോവാണ് എന്താണ് ബയോമിമിക്രി. ഒറ്റ വാക്യത്തിൽ പറയാം, ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ വെല്ലുവിളികൾ കൂടെയാണ് എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് പ്രകൃതിയുടെ പലവിധ രൂപകൽപ്പനകളുണ്ട്. എക്സിസ്റ്റിംഗ് ആണ് അതെല്ലാം. പല പല പ്രോസസ്സുകളുണ്ട്, പ്രക്രിയകൾ എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതിയുടെ സംവിധാനങ്ങളുണ്ട്. എന്നിവ അനുകരിക്കുന്ന ഒരു രീതിയാണ് ബയോമിമിക്രി. ശരിയല്ലേ ടീച്ചറെ? എല്ലാം ഇതിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അതാണ് ബയോമിമിക്രി. മിമിക്രിയും ബയോമിമിക്രിയും തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ, അനുകരണമാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ പരിഹരിക്കാൻ വേണ്ടി ഇത് യു ആർ ഗെറ്റിംഗ് എ സൊല്യൂഷൻ ഫ്രം ബയോമിമിക്രി എന്ന്, റൈറ്റ്? അപ്പോൾ അത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആണ്. ഒന്ന് ചുറ്റുപാടും ഒന്ന് ഓടിച്ചു നോക്കിയാൽ എഞ്ചിനീയറിംഗിൽ കാണാം ബയോമിമിക്രി, വാസ്തുവിദ്യ അതിനകത്ത് കാണാം, ടെക്നോളജി സാങ്കേതിക വിദ്യ കാണാം ബയോമിമിക്രി. അപ്പോൾ ഇതിനകത്തൊക്കെ ഉണ്ട് പുതിയ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിന് കോടാനുകോടി വർഷത്തെ പ്രകൃതിയിൽ നിലനിന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ബയോമിമിക്രി പ്രവർത്തിക്കുന്നത്. 3.8 ബില്യൺ ഇയേഴ്സ് ബാക്ക് ദിസ് സ്റ്റാർട്ടഡ്. ബയോമിമിക്രി ഉണ്ട്. മനുഷ്യൻ എന്നു മുതലാണ് പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മനുഷ്യകുലം ഉണ്ടായപ്പോൾ മുതൽ പ്രകൃതിയെ പഠിക്കുകയാണ് മനുഷ്യൻ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ നമ്മളാരും എങ്ങും എത്തിയിട്ടില്ല. ഏതാണ് എൻ്റെ സത്യാവസ്ഥ, അല്ലേ? നമ്മൾ പ്രകൃതി അറിഞ്ഞിട്ടില്ല ഇപ്പോഴും. അറിയാൻ ശ്രമിക്കുന്നവരുണ്ട് വളരെ അടുത്ത്. എന്നാൽ നമ്മൾ കാണുന്ന എത്രയോ പേരറിഞ്ഞവരുണ്ട്. അവർ പറഞ്ഞ സത്യവാചകങ്ങളൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണ്, പ്രൂഫില്ലെന്നാണ് പറയുന്നത്. സ്യൂഡോ സയൻസ് ആണ് ഇതെല്ലാം എന്ന് പറയുന്ന വാദിക്കുന്നവരുണ്ട്. നമ്മൾ അവരുടെ പുറകെ പോകുന്നില്ല. ലെറ്റ് ദം ആർഗ്യൂ വിത്ത് ദെയർ സയൻസ്. അപ്പോൾ ഇതെല്ലാം ബയോമിമിക്രിയിൽ നമ്മൾ പ്രകൃതി തന്നെ നമുക്ക് പഠിക്കാനും അതിൽ നിന്ന് പല പല ആശയങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ പ്രകൃതി തന്നെ പറഞ്ഞു, യു ഡു ദിസ്. അപ്പോൾ അതാണ് ബയോമിമിക്രി. എനിക്കറിയത്തില്ല ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എത്ര പേര് ഈ ബയോമിമിക്രി എന്ന വേർഡ് ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും 2-3 പേരെ പറഞ്ഞാൽ, ബയോമിമിക്രിയെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി കുറച്ചുകൂടെ ഒരു പക്ഷേ ഈസിയാകും. ഞാൻ കേട്ടിട്ടില്ല സാർ. ബയോമെട്രിക്സ് എന്ന് കേട്ടിട്ടുണ്ട് സാർ. എന്താണ് ഓൻ ടീച്ചർ പറഞ്ഞത്? കേട്ടില്ല, ഒരു പ്രാവശ്യം കൂടെ പറയാമോ? ബയോമെട്രിക്സ് അന്നാണോ? ബയോമെട്രിക്സ്. യെസ്. മെട്രിക്സ്. യെസ്.
പല അത് ബയോകളും ഉണ്ട് അങ്ങനെ അല്ലേ. ആ, പറഞ്ഞാട്ടെ. അത് ഇതുമായിട്ട് ബന്ധമുണ്ടോന്ന് ബന്ധം അത് കാണുമല്ലോ, കാര്യം ഒരു ബയോ ഓൾറെഡി അതിനകത്ത് വന്നല്ലോ. അതും ഏ പ്രകൃതി തന്ന ബയോമെട്രിക്സിൽ കൂടി എന്താണ് നമ്മൾ മനുഷ്യരെ അറിയാനുള്ള ഒരു അളവാണ് അത്. ശരിക്കും പറഞ്ഞാൽ ബയോമെട്രിക്സിലൂടെ അതാണല്ലോ അല്ലേ, നമ്മുടെ രൂപഭംഗിയും അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലും ബയോമെട്രിക്സിലൂടെയാണ് പലയിടത്തും വരിക. ഇതെല്ലാം അത് തന്നെയാണ്. ഒരു എങ്ങും പോകാൻ പറ്റില്ല ഇത് വിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനും അടുത്ത കാലത്താണ് കേട്ടത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അന്ന് ഈ വേർഡിൽ ആകർഷണമായെന്നുള്ളതാണ്. ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ വിജയരാമൻ സാറിൻ്റെ ഒരു സെഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ അന്ന് പല കാര്യങ്ങളുമായിട്ട് വിജയരാമൻ സാർ ഇത് കണക്ട് ചെയ്ത് പറഞ്ഞു. സാറ് പിന്നെ കുറച്ചുകൂടെ അതിനെ വിശകലനം ചെയ്തിട്ടൊക്കെ വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് അതിമനോഹരമായിട്ട് നമ്മുടെ വിജയരാമൻ സാർ ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്ന് രണ്ട് പരാമർശം നടത്തിയിരുന്നു. ദാറ്റ് വാസ് ഓൺലി എ വേർഡ്. എനിക്കത് കൂടുതൽ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ വേർഡ് ശരിക്കും പോപ്പുലർ ആയത് 1997 മുതലാണ്. 97 ഇത് പോപ്പുലർ ആയത്. ഇതിന് ബയോ ഉണ്ട്, മിമിക്രി ഉണ്ട്. പക്ഷേ ഈ രണ്ട് വാക്കുകൂടെ കൂട്ടിച്ചേർത്ത് പോപ്പുലർ ആകാൻ തുടങ്ങിയത് 1997 97 ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ബയോമിമിക്രി ഇന്നൊവേഷൻ ഇൻസ്പയർഡ് ബൈ നേച്ചർ. വേണമെങ്കിൽ എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊന്നുകൂടെ പറയാം. ബയോമിമിക്രി സെമിക്കോളൻ ഇന്നൊവേഷൻ ഇൻസ്പയർഡ് ബൈ നേച്ചർ എന്ന പുസ്തകം 1997 പ്രസിദ്ധപ്പെടുത്തിയത്. അത് എഴുതിയത് ജെയ്നൻ ബെന്യൂസ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഓഥറാണ്. ആദ്യമായിട്ട് ഈ ലോകം ഈ പുസ്തകത്തിൽ കൂടിയാണ് ഈ വേർഡ് അറിഞ്ഞത്. ശരിക്കും ഈ ജൈനൻ 6 പുസ്തകങ്ങൾ ഇതേ സബ്ജക്റ്റിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വളരെ വിശദമായ ഒരേ സബ്ജക്റ്റിൽ 6 പുസ്തകങ്ങൾ വായിക്കണം. എന്താണ് സർ അറിയാം ജയ്മൻ? പ്രകൃതി. സർ ജയ്മൻ? ജെയ്നൻ, JANINE, ജെനൈൻ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ജാനിൻ എന്ന് പറയാം. അമേരിക്കനാണ്. ഓക്കെ. പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുകയും പുള്ളിയുടെ സബ്ജക്റ്റ് തന്നെ അതായിരുന്നു. അതിനുശേഷം ഒരുപാട് ഈ പ്രകൃതിയുടെ പഠനങ്ങളിൽ കൂടെ ഒക്കെ പോയി ഇപ്പം തന്നെ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. വളരെ എന്താണ് അമേരിക്കൻ സൊസൈറ്റിയിലെ വളരെ പോപ്പുലറായിട്ടുള്ളതാണ്. കാര്യം ഈ പ്രകൃതിയോടാണ് പുള്ളിക്കാരിയുടെ അക്കൗണ്ടുകളിലൊക്കെ ജീവിതമൊക്കെ വന്ന് ഒരുപാട് അമേരിക്കയിൽ ഉടനീളം യാത്ര ചെയ്തൊക്കെ ബോധവൽക്കരിക്കുകയും പ്രകൃതിയുടെ കാര്യങ്ങൾ. ഈ ബുക്ക് തന്നെ ഒരു റെഫറൻസാണ് പലർക്കും. ബയോളജി പഠിക്കുന്നവർക്കും ഈ പറഞ്ഞ ബയോ കെമിസ്ട്രി എന്ത് ബയോ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെഫറൻസ് ഫോർ ദോസ് ഹു ആർ സ്റ്റഡിയിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതാണ് ജാനിൻ ബെന്നിയാസ് എന്ന് പറഞ്ഞ അമേരിക്കൻ നാച്ചുറൽ സയൻസ് റൈറ്ററാണ് ഇദ്ദേഹം. ഇന്നോവേഷൻ കൺസൾട്ടൻ്റാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരും കൺസൾട്ടേഷനിൽ കൂടെ. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ 6 ബുക്ക് എഴുതിയുകൊണ്ട് ഓതറാണ്. അപ്പോൾ ഇങ്ങനെ ഈ പുസ്തകങ്ങളെല്ലാം വളരെ ഉപയോഗപ്രദമായി ഒരു തിസീസ് പ്രിപ്പയർ ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പുസ്തകങ്ങളും ഈ ജാനിന് എഴുതിയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ഒരു ഓർഗനൈസേഷനുണ്ട്, ലിവിങ് എഡ്യൂക്കേഷൻ. അതിൻ്റെ പ്രസിഡൻ്റാണ്. അമേരിക്കയിലെ ലിവിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഓർഗനൈസേഷൻ. അതൊരു ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ലാഭേച്ഛ ഇല്ലാതെ അതൊരു NGO ആണ്. പക്ഷേ ദേ ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്, എൻവയറമെൻ്റൽ ആക്ടിവിറ്റീസ്, ബോധവൽക്കരണം, പ്രകൃതിയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ജനങ്ങളുമായിട്ടുള്ള സംവാദം. അതാണ് ജാനിൻ. അപ്പോൾ ലിവിങ് എഡ്യൂക്കേഷൻ്റെ പ്രധാന പ്രവർത്തനം ഞാൻ അത് കൂടുതൽ പോകുന്നില്ല. യു ക്യാൻ ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് ഫ്രം പുള്ളിക്കാരത്ത് ചെയ്യുന്നത്. 3 കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഇതെല്ലാം പറയുന്നത്. പ്രകൃതിയെ 3 മോഡൽസാക്കി മാറ്റിയിരിക്കുകയാണ്. നേച്ചർ ആസ് എ മോഡൽ. അതെന്താണ്? പ്രകൃതിയുടെ രൂപങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പ്രക്രിയകൾ, ആവാസ വ്യവസ്ഥകൾ എന്നിവ നേരിട്ട് അനുകരിച്ച് പഠിച്ചുകൊണ്ട് പ്രകൃതിയെ ഒരു മാതൃകയായിട്ടാണ്. ഇറ്റ്സ് എ മോഡൽ ബിനിയാസ് എപ്പോഴും. സോ നേച്ചർ, പ്രകൃതി ഒരു മോഡലാണ്. രണ്ടാമത്തെ ഒരു അപ്രോച്ച് നേച്ചർ ആസ് എ മെഷർ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ ബയോമെട്രിക്സിൻ്റെ കാര്യം പറഞ്ഞു. പ്രകൃതിയിലെല്ലാം ഒരു അളവുകോല് വേണം പ്രകൃതിയുമായിട്ടൊന്ന് തുലനം ചെയ്യണമെങ്കിൽ.
പാരിസ്ഥിതികമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ എന്ത് ചെയ്തോ ഒരുപക്ഷെ മാലിന്യങ്ങൾ ഒഴിവാക്കാൻ പോലും നമ്മുടെ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയിലടക്കം പ്രകൃതിയിലടക്കം. ഒന്നും വേണ്ട, നമ്മൾ ഒറ്റ കാര്യം, ജലത്തിൽ കൂടി ഒഴുകി എത്തുന്ന എല്ലാ മാലിന്യങ്ങളും ചെന്ന് വീഴുന്നത് എവിടെയാണ്? കടലിലാണ്. ഒരു കടലിനെയും ആർക്കും പൊല്യൂട്ടൻ ചെയ്യാൻ സാധിക്കില്ല. കാര്യം യു കൻ നോട്ട് വിൻ അഗൻസ്റ്റ് നേച്ചർ. ഏതും എടുത്തോ, വായുവിനെ എടുത്തോളൂ, മണ്ണിനെ എടുത്തോളൂ, തോപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? നോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. എന്താണ് ആദ്യത്തെ കാര്യം? ഞാൻ പറഞ്ഞു, നേച്ചർ ആസ് എ മോഡൽ, എല്ലാത്തിനോടും ഉപമിക്കുക. അത് അവിടെ ഉണ്ട്, യു ജസ്റ്റ് കോപ്പി ഇറ്റ്, ദെൻ ഡൂ സം ഇന്നോവേഷൻസ്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കണ്ടുപിടുത്തങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എവിടെ നിന്ന് കിട്ടി? ഫ്രം ദ ഒറിജിൻ. നേച്ചർ ആസ് എ മെഷർ. രണ്ടാമത്തെയാണ് നേച്ചർ ആസ് എ മെൻറ്റർ. ഇതുപോലൊരു ഉപദേശകൻ, വാട്ട് എവർ യു കോൾ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യത്തിനും ഉത്തരം തരും പ്രകൃതി. ആണോ? മെൻറ്ററാണ്. എന്ത് ചോദ്യം ചോദിച്ചുള്ളൂ, ദർ ഇസ് ആൻ ആൻസർ. പ്രത്യേകിച്ചും നമ്മുടെ പരിസ്ഥിതിയിലൊക്കെ പോയിട്ട് അത്ര ഒരുപക്ഷെ വനാന്തരങ്ങളിൽ കൂടി പോകും, അല്ലെങ്കിൽ ഒരു കടലിനോട് സംസാരിച്ചു നോക്കും. കടലിനോട് സംസാരിക്കുന്നവരുണ്ട്. കടൽ തീരത്തിരുന്ന് ഒന്നും ആലോചിക്കാതെ നിരന്തരം കടലിൻ്റെ ഓരോ തിരമാലകളും കൊണ്ടുവരുന്നത് ഐഡിയകളാണ്, വാക്കുകളാണ്, വാചാലങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പ്രകൃതി. അപ്പോൾ 3 തരത്തിൽ നിന്നുകൊണ്ടാണ് ഈ ബുക്കുകളെല്ലാം ഇദ്ദേഹം എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. ഏറ്റവും പ്രസിദ്ധമായ ബുക്കാണ് ഞാൻ പറഞ്ഞത്, ഇന്നോവേഷൻ ഇൻസ്പയർഡ് ബൈ നേച്ചർ. അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഇന്നത്തെ സബ്ജക്റ്റിൽ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജാനൈന് വുമൺ ഡിസ്കവറി അവാർഡ്സ് 2006 കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് അവാർഡുകളുടെ പ്രവാഹമായിരുന്നു. അതിനുശേഷം എല്ലാവരും തിരിച്ചറിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. പ്രകൃതിയിൽ നമ്മുടെ കേരളത്തിലുമൊക്കെ പ്രകൃതിയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്നെ കൂടുതൽ അറിയാവുന്നവർ ഈ പ്ലാറ്റ്ഫോമിലുണ്ടാവും. നമുക്ക് അവരിൽ നിന്ന് വീണ്ടും ഈ ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ കഴിഞ്ഞ ശേഷം വിൽ ലിസൺ ഫ്രം ദോസ് ഹു നോ മോർ അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് ബയോമിമിക്രി. നമ്മുടെ ഉലഹന്നാൻ സാറിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയെക്കുറിച്ച് പറയാൻ അറിയാവുന്നവരാണ്. നമുക്കതൊക്കെ കേൾക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കിടക്കാനുള്ള ഏതാണ്ടൊരു ചെറിയ ഇൻട്രൊഡക്ഷനൊക്കെ സാബു സാറെ ഞാൻ പറഞ്ഞു. ലെറ്റ് us ഡയറക്ട്ലി ഗോ ടു ദി സെഷൻ. എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ സാറേ അല്ലേ? ആരെങ്കിലും ഒരാൾ? ഓക്കെയാണ്. യെസ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് തുടങ്ങിയത് മുഴുവൻ ജാനിൻ ബെന്യൂസിനെ കുറിച്ചായിരുന്നു. അവരുടെ ഒരു ചെറിയൊരു പടമെങ്കിലും കാണിക്കാതെ ഈ സെഷൻ തുടങ്ങുന്നത് ഒരു അപരാധം ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഇത്ര പ്രകൃതിയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും പഠിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പ്രകൃതി തന്നെ കണ്ടുപിടിച്ച ഒരു പ്രതിഭാസമായിരിക്കാം ഒരു പക്ഷേ ജാനിൻ ബെന്യൂസ്. ഒരു നമസ്കാരത്തിലൂടെ എല്ലാവർക്കും നമസ്കാരം പറയുന്നതോടൊപ്പം ഇദ്ദേഹത്തിനും നമ്മുടെ വക ഒരു ചെറിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ദ സെഷൻ കോൾഡ് ബയോ മിമിക്രി. ഞാൻ ഇന്നത്തെ എൻ്റെ ഈ പ്രസൻറ്റേഷന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു വിഷയമായത് കാരണം ഞാൻ മലയാളത്തിൽ എൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് പ്രസൻറ്റ് ചെയ്തതല്ല, കുറച്ചു കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഈ പ്രസൻറ്റേഷൻ മുഴുവൻ മലയാളത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് പഠിക്കാം എന്ത്? ബയോ മിമിക്രി. പ്രകൃതിയുടെ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാം. ഇതാണ് ബയോ മിമിക്രിയെക്കുറിച്ച് നമ്മൾ കുറച്ച് ചെറിയ കാര്യങ്ങൾ നമ്മളിവിടെ കാണാനും കേൾക്കാനും ഒക്കെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ച മാതിരി തന്നെ എന്താണ് ബയോമിമിക്രി? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. ബയോമിമിക്രിയുടെ ഒരു ഡെഫിനേഷൻ ഇവിടെ നോക്കിയാൽ മലയാളത്തിൽ ബയോമിമിക്രി എന്നാൽ പ്രകൃതിയെ അനുകരിക്കുക എന്നാണ്. പ്രകൃതിയിലെ ജീവികളും സസ്യങ്ങളും കോടിക്കണക്കിന് വർഷങ്ങളായി അതിജീവിക്കാൻ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സിമ്പിൾ, റൈറ്റ്? ഇതാണ് ബയോമിമിക്രി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് പരിസ്ഥിതി സൗഹൃദപരമായ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ നമ്മളെ സഹായിക്കും. വെരി സിമ്പിൾ. നമ്മൾക്ക് ഒരൊറ്റ ഉദാഹരണം മാത്രം മതി ഇത്
തെളിയിക്കാൻ എന്താണ് എന്താണ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത്. ഒരു പക്ഷിയുടെ ചിറക് അടിസ്ഥാനമാക്കിയാണ് വിമാനം പോലും ആദ്യം ഉണ്ടാക്കിയത്. കറക്റ്റ് അല്ലേ? പ്രകൃതിയിൽ നിന്നാണ് പക്ഷികൾ പറക്കുന്നത്. കണ്ടുപിടിച്ചിട്ടാണ് തീർച്ചയായിട്ടും വിമാനവും പറപ്പിക്കാൻ കഴിയും എന്ന് തെളിയിച്ചതും അത് സാധിച്ചതും ഒക്കെ. ഇന്ന് നമ്മളൊക്കെ ഫ്ലൈ ചെയ്യുന്ന ആ ഒറ്റ കൺസെപ്റ്റിൽ നിന്നാണ്. വേറെ ഒരു ഉദാഹരണവും നമ്മുടെ മുന്നിൽ ആവശ്യമില്ല. അപ്പോൾ ഈ ബയോ മിമിക്രിയുടെ പ്രാധാന്യം എന്താണ്? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ബയോമിമിക്രിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ പരിഹാരങ്ങൾ, പ്രകൃതിക്ക് ദോഷകരമല്ലാത്തതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു. യാതൊരു ഡൗട്ടും ഇല്ല. ഊർജ ലാഭം. പ്രകൃതിയിലെ പല സിസ്റ്റങ്ങളിലും വളരെ കുറഞ്ഞ ഊർജം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. വലിയ പവറൊന്നും വേണ്ട. നമ്മളാണ് ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ഊർജ്ജങ്ങളും ഏറ്റവും വലിയ രീതിയിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുന്നവർ നമ്മളാണ്. പക്ഷേ പ്രകൃതിയിലെ പല സിസ്റ്റങ്ങൾക്കും ഒന്നും ഈ പറഞ്ഞ തരത്തിലുള്ള ഊർജത്തിൻ്റെ ആവശ്യമില്ല. അതിന് ആവശ്യമുള്ള ഊർജം മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. അടുത്തത് എന്താണ്? ഈ രീതികൾ അനുകരിക്കുന്നതുകൊണ്ട് ഊർജം ലാഭിക്കാൻ സഹായിക്കും. ശരിയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ധാരാളം എനർജി സേവ് ചെയ്യാൻ സാധിക്കും. അടുത്തത് പുതിയ കണ്ടുപിടുത്തങ്ങൾ. എന്താണ്? പ്രകൃതി നമുക്ക് ഒരുപാട് പുതിയ ആശയങ്ങൾ നൽകുന്നു. തീർച്ചയായിട്ടും അവിടെ നിന്നാണ് ആശയങ്ങളെല്ലാം വരുന്നത്. അവിടെ ഉണ്ടത്. അത് പുതുതായിട്ട് ജനിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നതോ ഒന്നുമല്ല. ഇറ്റ് വാസ് ദെയർ സിൻസ് ദ ബിഗിനിങ്. അവിടുന്ന് മാത്രമാണ് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് പ്രകൃതി തന്നെ ആശയങ്ങൾ നൽകിയതായിട്ടാണ് അതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ലാസ്റ്റ് വൺ, പാരിസ്ഥിതിക സംരക്ഷണം. പ്രകൃതിയെ സംരക്ഷിക്കുക. എന്താണ്? പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിലൂടെ നമുക്കതിനെ സംരക്ഷിക്കാൻ പ്രചോദനം ലഭിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ബയോമിമിക്രിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇന്നത്തെ ലോകം തന്നെ എന്ന് എടുത്തു കഴിഞ്ഞാൽ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണമെങ്കിൽ നമുക്ക് ഈ ബയോമിമിക്രിയുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. പലതും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന പല പ്രകൃതിയിൽ തന്നെ ഇന്ന് അനുഭവിക്കുന്ന ദുരന്ത അവസ്ഥകൾ ഒരുപാട്. ഒന്നാണ് കാലാവസ്ഥാ മാറ്റം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് നമ്മളിവിടെ നല്ല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. മലിനീകരണം, വിഭവങ്ങളുടെ കുറവ്, എന്നിവയെല്ലാം പ്രകൃതി എപ്പോഴും സുസ്ഥിരമായ രീതികളാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത്, അതിനെയാണ് അംഗീകരിക്കേണ്ടത്. അതാണ് ബയോമിമിക്രി നമ്മൾ ചെയ്യേണ്ടതും. അപ്പോൾ നമ്മൾ അവയെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങളും പ്രകൃതിക്ക് യോജിച്ചതായിരിക്കും. ദോഷകരമല്ലാത്ത രീതിയിൽ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ടാണ് ബയോമിമിക്രിയിലൂടെ കാര്യങ്ങൾ സാധിച്ചാൽ, ആ കൺസെപ്റ്റിൽ കൂടി നീങ്ങിയാൽ എല്ലാം പ്രകൃതിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. സോളാർ എനർജി തന്നെ എടുത്തു നോക്കുകയുള്ളൂ. എവിടെ നിന്നാണ് കിട്ടുന്നത്? വേർ ഇസ് ദ സോഴ്സ്? ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു. അത് എന്ത് കണക്ട് ചെയ്ത് നോക്കിക്കോളൂ. യു വിൽ ഗെറ്റ് ആൻ ആൻസർ, നോ ഡൗട്ട്. ഓക്കെ. ഇനി അടുത്തത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം ബയോമിമിക്രിയുടെ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എങ്കിൽ അറിയാൻ വയ്യാത്തതായിട്ട് 1-2 എക്സാമ്പിൾ കാണിക്കാം. ഈ ചെടിയുടെ പേര് ആർക്കെങ്കിലും ഒന്ന് പറയാം. ഈ ചെടി കണ്ടിട്ടുണ്ടോ? അത് ഒരു പക്ഷേ ഈ നാട്ടിലുണ്ടോ? ഈ ചെടി കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പാഷൻ ഫ്രൂട്ടിന്റെ പൂവാണോ? അല്ല, അല്ല. ആകാശ വെള്ളരിയുടെ പൂവാണ്. ഒരുപക്ഷെ ഓമന ടീച്ചറിൻ്റെ ആയിരിക്കും. ഈ പേരുകൾ എന്നെ പറഞ്ഞ് കുഴപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മലയാളത്തിലെ പേര് എനിക്ക് വരത്തില്ല. പക്ഷേ ഇംഗ്ലീഷിലെ പേര് ഞാൻ പറയാം. അപ്പോൾ ആ പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കാം. അതുകൂടെ എന്താണെന്ന് പറയണം. ഈ സാധനം എന്താണെന്നൊന്ന് പറയാം ആർക്കെങ്കിലും? ചവിട്ടിയായിട്ട് ഉപയോഗിക്കുന്നതല്ലേ? അല്ല, ഇത് 2 ഒട്ടുന്ന സാധനങ്ങളാണ്. ഇംഗ്ലീഷിൽ വെൽക്രോ എന്ന് പറയും. നമ്മുടെയൊക്കെ ബാഗുകളിലൊക്കെ ഇല്ലേ ഈ സാധനം? കണ്ടിട്ടില്ലേ? ചപ്പൽസിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. യെസ്, അതെ. ഈ മെറ്റീരിയൽ പറയുന്ന പേരാണ് വെൽക്രോ. ഈ വെൽക്രോ കണ്ടുപിടിച്ചത് ഒരു വളരെ രസകരമായ ഒരു രീതിയിൽ നിന്നാണ്. ഒരാൾ കണ്ടുപിടിച്ചത്
വളരെ രസകരമായിരുന്നു ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടതെന്ന്. പിന്നെ അത് വ്യാവസായികമായി ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ചെയ്ത് ലോകം മുഴുവൻ വെൽക്രോ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു ചെറിയ ഇൻസിഡൻറ്റിൽ കൂടിയാണ്. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ജോർജ് ഡി മെസ്ട്രൽ എന്ന് പറഞ്ഞ ആളാണ് ഇത് കണ്ടുപിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നറിയോ? ഇദ്ദേഹം തൻ്റെ നായുമായി നടക്കുമ്പോൾ ബുർഡോക്ക് എന്നാണ് ഈ ചെടിയുടെ പേര്. ഞാൻ നേരത്തെ കാണിച്ച ഇംഗ്ലീഷിലെ പേരാണ് ബുർഡോക്ക്. ചെടിയുടെ വിത്തുകൾ തൻ്റെ വസ്ത്രത്തിലും നായയുടെ രോമത്തിലും പറ്റിപ്പിടിക്കാൻ ശ്രദ്ധിച്ചു. ബൾബ് കത്തി ഇദ്ദേഹത്തിൻ്റെ ജോർജിൻ്റെ. അതിൽ നിന്നാണ് ഈ വെൽക്രോ എന്ന് പറഞ്ഞ കണ്ടുപിടിച്ച് ലോകത്തിന് സമർപ്പിച്ചത്. എങ്ങനെയാണെന്ന് നോക്കി, ഈ വിത്തുകൾക്ക് ചെറിയ കൊളുത്തുകളുണ്ട്. ഓക്കെ, അവ തുണിയിലെ നൂലുകൾ കുടുങ്ങുകയാണെന്നും അദ്ദേഹം മൈക്രോസ്കോപ്പിൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ കൊളുത്തി പിടിക്കാം, വിട്ടുപോകത്തില്ല. ഫോഴ്സ് ഉപയോഗിക്കണം. എങ്ങനെയുണ്ട് ഐഡിയ? ഇതാണ് ബയോമിമിക്രി. പലർക്കും എനിക്കും അറിയത്തില്ല. ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ശരിക്കും പറയാൻ കണ്ടില്ലേ, ഇപ്പം നമ്മൾ ദിവസം എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടാണ് ഇതല്ലേ. പലപ്പോഴും പലതും ഒട്ടിപ്പിടിപ്പിക്കാൻ ഇതെങ്ങനെ ഉണ്ടായത് ഒരു സാധാരണ സംഭവത്തിൽ നിന്ന് ഉണ്ടായ കണ്ടുപിടുത്തമാണ്. വളരെ രസകരമല്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കുന്നതാണ് ഈ പ്രകൃതിയിലെ നിരീക്ഷണങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. ഇത് മാത്രം എടുത്താൽ മതി. യു വിൽ അഗ്രി വിത്ത് മീ. അങ്ങനെയാണ് വെൽക്രോയുടെ കഥ. അപ്പോൾ ഈ ആശയം ഉപയോഗിച്ച് അദ്ദേഹം വെൽക്രോ കണ്ടുപിടിച്ചു. ഒരു വശത്ത് ചെറിയ കൊളുത്തുകളും മറുവശത്ത് ചെറിയ കണ്ണികളുമുള്ള രണ്ട് കഷ്ണങ്ങൾ. ഇത് രണ്ട് കഷ്ണങ്ങൾ വേണം, എങ്കിലേ ഇതിൻ്റെ ഉപയോഗം നടക്കുകയുള്ളൂ. എനിവേ, എല്ലാവർക്കും അറിയാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അടുത്ത് ആണ് വേറൊരു കാര്യമാണ്. ഇതെന്താണെന്ന് മനസ്സിലായി. ഇത് ബുള്ളറ്റ് ട്രെയിനാണ്. ഇതൊരു പക്ഷിയുടെ ചിറകിൽ നിന്നാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഫ്രണ്ട് പോർഷന് ഈ ഷേപ്പ് ഉണ്ടാക്കിയത്. വന്ദേ ഭാരതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാത്ര ചെയ്തിട്ടുള്ളവരെ. മറ്റുള്ള നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ട്രെയിനുകളിലും ഈ ഷേപ്പ് ഇല്ലല്ലോ. മെട്രോയ്ക്കുണ്ട്. യെസ്. അപ്പോൾ ഇതെന്താണ് സാറേ, എന്തുകൊണ്ടാണ് ഇതിന് ഈ ഷേപ്പ് കിട്ടിയതെന്നറിയോ? അത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പക്ഷിയിൽ നിന്നാണ്. അപ്പോൾ ജപ്പാനിലാണ് ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിനുകളുണ്ടായത്. അപ്പോൾ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളിൽ ടണലുകളിലൂടെ വേഗത്തിൽ പോകുമ്പോൾ വലിയ ശബ്ദമാണ്. ഏറിയിൽ നിന്ന് ടണലിലോട്ട് പോകുമ്പോൾ ശബ്ദം ഉണ്ടാക്കിയിരുന്നുകൊണ്ട് സമീപവാസികൾക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റും. അത്രമാത്രം കാര്യം. ഇറ്റ് ഈസ് റണ്ണിങ് അറൗണ്ട് 380 km/h സ്പീഡ്. ദെൻ ഇമാജിൻ ദ സൗണ്ട്. പറ്റത്തില്ലായിരുന്നു. ആദ്യകാലത്തുണ്ടാക്കിയ ബുള്ളറ്റ് ട്രെയിനുകൾ. വീണ്ടും ബൾബ് കത്തി, ഷേപ്പ് മാറ്റി അവർ. അപ്പോൾ അതിൻ്റെ എഞ്ചിനീയർമാർ കിങ് ഫിഷർ എന്നാണ് ഈ പക്ഷിയുടെ പേര്. എല്ലാവർക്കും അറിയാവുന്നതാണ് കിങ് ഫിഷർ. ഓക്കെ, അതിൻ്റെ കൊക്ക് പരീക്ഷിച്ച് നോക്കി. കിങ് ഫിഷർ വളരെ വേഗത്തിൽ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ യാതൊരു ശബ്ദം ഉണ്ടാകാറില്ല. ശബ്ദം കേൾക്കാതെ പോകും. അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണോ ബുള്ളറ്റ് ട്രെയിനിന്റെ ഷേപ്പ് വന്നത്? എഗ്രി? അതെ അതെ, അത് ഒരെണ്ണത്തിൽ വായിച്ചു ഞാൻ. യെസ്. അപ്പോൾ ഒരു പക്ഷിയുടെ കൊക്കിൽ നിന്ന് മനുഷ്യർക്ക് ഇത്ര വലിയൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നല്ലേ ഇത് കാണിക്കുന്നത്? വലിയ അത്ഭുതകരമാണ്. തന്നെയല്ല, ഇത് ശബ്ദം കുറയ്ക്കാൻ മാത്രമല്ല, ശരിക്കും ഇതിൻ്റെ സ്പീഡും കൂട്ടും ഇത്. അതുവഴി എന്താണ്, സ്പീഡ് കൂട്ടി വരുമ്പോൾ ഇന്ധനം ലാഭിക്കാനും കൂടി ഇത് സഹായിച്ചിട്ടുണ്ട്. ജപ്പാനിൽ പിന്നെ ഇതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. വീണ്ടും പ്രകൃതിക്ക് എത്രമാത്രം കാര്യക്ഷമമായ ഡിസൈനുകൾ ഉണ്ടെന്ന് നോക്കിയാൽ ബുള്ളറ്റ് ട്രെയിനെ നോക്കിയാൽ മതി. കോപ്പി അടിച്ചതാണ് അതും. രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു, രണ്ടും എഗ്രി ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ഉദാഹരണം കൂടെ നോക്കാം. അപ്പോൾ കിങ് ഫിഷറിൻ്റെ കൊക്കിൻ്റെ ആകൃതി അനുകരിച്ച് ട്രെയിനിൻ്റെ മുൻഭാഗം രൂപകൽപ്പന ചെയ്തു. ഇത് ശബ്ദം കുറയ്ക്കിയത് ഞാൻ പറഞ്ഞു. അടുത്ത ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. അങ്ങനെയാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഈ കിങ് ഫിഷർ വെള്ളത്തിലോട്ട് ചാടുന്നത് പോലെ തന്നെ ഇത് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനാണ്. സ്പീഡ് കൊണ്ട് ഇപ്പോൾ ഒരു ഒച്ചയില്ല, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി ബുള്ളറ്റ് ട്രെയിൻ അവിടെ കൂടെ പോകുന്നുണ്ട്. അടുത്തൊരു ഉദാഹരണം, താമരയിലെ ലോട്ടസ് ലീഫ്. താമരയിൽ എന്താണ് പ്രത്യേകത? ലോട്ടസ് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. വേറൊരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞു. ചേമ്പലയിൽ വെള്ളം ഒഴിച്ച പോലെ എന്ന് പറയല്ലേ?
തീർച്ചയായിട്ടും താമരയിലെയും അതുപോലെ തന്നെയാണ്. അതിന് പിന്നെ ഒരുപാട് സുഷിരങ്ങൾ ഉള്ളത് കൊണ്ട് സ്പോഞ്ച് പോലെ മുകളിൽ കിടക്കും. യെസ്. അപ്പോൾ ഈ താമരയിലെയും ഈ ചേമ്പിലൊക്കെ എപ്പോഴും വളരെ ക്ലീനാണ്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എവറി ടൈം നല്ല നല്ല സുന്ദരമായ ഇലകളായിരിക്കും. ഓയിലി. അപ്പോൾ യെസ്, അത് മഴ പെയ്യുമ്പോൾ പോലും ഉണ്ടല്ലോ, അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ലല്ലോ, അത് ഒഴുകി പോവുകയാണ്, അത് സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഈ ഇലയിലുള്ള പൊടിയും ചെളിയും എല്ലാം കഴുകിക്കളയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതേ ബേസ് ചെയ്തുണ്ടല്ലോ പല ഇൻവെൻഷൻസും നടന്നിട്ടുണ്ട്. പെയിൻറ്റുകൾ ഇറങ്ങി, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് പെയിൻറ്റുകളൊക്കെ ഇറങ്ങിയത്. പെയിൻറ്റുകൾ മാത്രമല്ല, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ലോട്ടസ് എഫക്റ്റ് ഉപയോഗിച്ച്. നമ്മുടെ വീടുകളൊക്കെ വേണമെങ്കിലും പെട്ടെന്ന് എളുപ്പത്തിൽ വൃത്തിയാക്കാം. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നമുക്കും ഇതൊരു ഒരുപാട് മെറ്റീരിയൽസ് ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട്. മെറ്റീരിയൽ പ്രൊഡക്ഷനിലൊക്കെ ഈ എഫക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അത് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് തങ്ങി നീ. ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ടെന്ന് അതിന്, ഇതിൻ്റെ ബംസ് ഉണ്ട്, ഇതുവഴിയെല്ലാം വെള്ളം ഇറങ്ങിപ്പോകും. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇവിടെ വീണ് കഴിഞ്ഞാലും ഇറ്റ് വിൽ നോട്ട് അലൗ ടു സ്റ്റേ ദ വാട്ടർ. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. ലോട്ടസ് ലീഫ് അല്ല, നമ്മുടെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരിയുള്ള നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ചേമ്പലയിൽ കൂടിയൊക്കെ ഒരുപാട് പറഞ്ഞുള്ള ഇതാണ് ഇതിൻ്റെ എഫക്റ്റ്. ഒരുപാട് ചെറിയ ചെറിയ മുഴകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് സഹായിക്കുന്നത് വെള്ളത്തെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ അനുവദിക്കുന്നില്ല. ഈ 3 പിന്നെ ഉദാഹരണം തന്നെ ധാരാളമായിരിക്കും. എന്താണ് മിമിക്രിയിൽ കൂടെ നമ്മൾ സാധിച്ചെടുത്തത്. ലോകം എന്തൊക്കെയാണ് കണ്ടുപിടിച്ച് മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി എന്തെല്ലാം കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി, എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിച്ചു, ഇതെല്ലാം വന്ന വഴി ആ സോഴ്സ് അതാണ്. ഒരുപാട് പെയിൻറ്റുകളുണ്ട്, ഗ്ലാസ്സുകൾ, തുണിത്തരങ്ങൾ, ഈവൻ ക്ലോത്തിങ് പോലും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ എഫക്റ്റിൽ കൂടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എക്സാമ്പിൾസാണ്. ബയോമിമിക്രി നമ്മളെ സഹായിക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും. നമ്മളത് അവിടെ എത്തണം. നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളും പ്രകൃതിയോട് തന്നെ ചോദിക്കണം. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയണം. നമുക്കൊക്കെയുള്ളൊരു പ്രശ്നമോടാണ്, നമ്മളെല്ലാം അറിയുന്നവരാണ്, നിറഞ്ഞവരാണെന്നൊക്കെ ഭാവിച്ചാണല്ലോ നമ്മുടെയൊക്കെയും ഓരോരുത്തരുടെയും. ഒഴിഞ്ഞവരായി ആരും ഇല്ലല്ലോ. അപ്പോൾ ആ ഒഴിഞ്ഞതിലാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളതെന്നും അവിടെയാണ് അറിവുള്ളതെന്നൊക്കെ അറിഞ്ഞ മഹാത്മാക്കളുണ്ട്. അവരുടെ വാചകങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ നിറവിലേക്കാളും ഒഴിഞ്ഞ കാര്യങ്ങളുള്ളത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത് വേറൊരു സബ്ജക്റ്റ്. ഇനി നമുക്ക് നോക്കാം ഈ ബയോമിമിക്രിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ, നമ്മളൊക്കെ ഇത് പിന്തുടരണോ? വളരെ ശോഭനീയമാണ്. ബയോമിമിക്രി കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ ജീവിയിലും ഓരോ സസ്യത്തിൽ നിന്നും പോലും നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയ ചെറിയ സസ്യങ്ങൾ, ചെറിയ ചെറിയ പുല്ലുകളിൽ നിന്ന് പോലും പാഠങ്ങൾ മനുഷ്യന് പഠിക്കാം. അപ്പോൾ ഇതെന്താണ്, പ്രകൃതി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു വിഡ്ഢിത്തരവും കാണുന്നില്ല. വിഡ്ഢിത്തരമൊക്കെ കാണിക്കും ചിലപ്പോഴൊക്കെ, വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് മനുഷ്യർ, അതും പ്രകൃതിയുടെ നിയമങ്ങളിൽപ്പെട്ടാണ്. ആരാ പറയുന്നത് പ്രകൃതിയുടെ നിയമം അല്ലെന്ന്? വെള്ളപ്പൊക്കമൊക്കെ 2018 വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയേണ്ടത് അത് മാൻമെയ്ഡ് ആണെന്നൊക്കെ പറയേണ്ടത്. അതൊന്നുമല്ല. മാൻമെയ്ഡ് ആണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം കാര്യക്ഷമമായി എല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള, ഇന്നതിനൊക്കെ നടക്കണം എന്നൊക്കെ കൃത്യമായ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അറിവുകേട് കൊണ്ട് മാത്രമാണ് അവിടെ നിന്നും പോയി അതിനെക്കുറിച്ചുള്ള കാര്യവിവരങ്ങൾ നമുക്കറിയാൻ വയ്യാത്ത നമ്മൾ പോകാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്, നിരീക്ഷിക്കുക, പഠിക്കുക, സൂക്ഷ്മമായ നിരീക്ഷണം വേണം. ഞാൻ നേരത്തെ മിമിക്രിക്കാരുടെ കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്. പെട്ടെന്നൊന്നും ഇത് നമ്മളെ കാണിച്ചു തരുന്നു ആരും കരുതട്ട. യു ഹാവ് ടു സ്പെൻഡ് ടൈം, പരീക്ഷിക്കണം. അതിനുശേഷം ഇതൊക്കെ ഇന്നോവേഷൻസ് നടത്തണം, പരിശീലിക്കണം. കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ സാധിച്ചാൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കും കിട്ടും നല്ല സുസ്ഥിരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ഇത് കഴിയും. എല്ലാം അവിടെ ഭദ്രമാണ്, ഒന്നിൻ്റെയും കൂടുതലുമില്ല കുറവുമില്ല. സോ ദാറ്റ് ഈസ് ദി ഫ്യൂച്ചർ ഓഫ് ബയോമിമിക്രി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
എനിക്ക് നമ്മുടെ രാജ്യത്തിനെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റേതായിട്ടൊരു സ്പീഡിൽ എത്തിയിട്ടില്ല. പക്ഷേ പല രാജ്യങ്ങളിലും അതൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ബയോമിമിക്രിയിൽ കൂടി കണ്ടെത്തിയ വിഷയങ്ങളിൽ കൂടി പല രാജ്യങ്ങളിലും അത് വളരെ എഫക്റ്റീവായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതാണല്ലോ വേണ്ടത്. കണ്ടുപിടുത്തം വരുന്ന മാത്രമായിരുന്നു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിലൂടെ നമുക്ക് ഇനി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കും. ഇവിടെ നിൽക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഫ്യൂച്ചർ. അടുത്തത് എന്താണ്? ഒരുപാട് മേഖലകളിൽ നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. വാസ്തുവിദ്യ, ദി എനർജി സെക്ടേഴ്സ്, വൈദ്യശാസ്ത്രം, അഗ്രികൾച്ചറൽ, കൃഷി തുടങ്ങിയ എല്ലാ മേഖലകളിലും ബയോമിമിക്രിക്ക് വലിയ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെയാണ് പരിസ്ഥിതി സൗഹൃദപരമായ ലോകം. നമ്മളെല്ലാം അതിനെക്കുറിച്ച് വിലപിക്കുകയും ദുഃഖിക്കുകയും വാദവരാതെ സംസാരിക്കുകയും പ്രശ്നങ്ങളൊക്കെ വരും പ്രകൃതിയെ നമ്മൾ പുച്ഛിക്കുകയും നമ്മൾ പ്രാഗ് പോലും ചെയ്യാറുണ്ട്. ഒരു പക്ഷേ പ്രകൃതി എന്തൊരു പണിയാണ് കാണിച്ചതെന്നൊക്കെ. ഇപ്പോൾ വയനാട്ടിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പ്രകൃതിയെ പഴിചാരിയവരുണ്ട്. ആർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ വേണ്ടതാണ് പ്രകൃതിയെ അനുകരിച്ച് നമുക്ക് നല്ലതും സുസ്ഥിരമായ ലോകം കെട്ടിപ്പടുക്കാൻ കഴിയണമെങ്കിൽ ഈ സൗഹൃദമായ കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയെ പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യണം. നത്തിങ് ഈസ് ഫ്രീ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ചേമ്പലയിൽ വെള്ളം നിൽക്കാത്ത ടെക്നോളജിയിൽ കൂടെയൊക്കെ നമുക്കും പല കാര്യങ്ങളും സാധിക്കാൻ പറ്റും. ചെറുതും വലുതുമായി ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ കൂടിയാണ് എല്ലാ വലിയ കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ളതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എഗ്രി? ശരിയല്ലേ? ആദ്യമായിട്ടല്ല പുതിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. അതിന് പുറകിൽ കുറേ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അത് വീണ്ടും വലുതായി വരികയും ശരിയായ കണ്ടുപിടുത്തങ്ങളിലൂടെ അതിനെയൊക്കെ വീണ്ടും ഗവേഷണം നടത്തി ശക്തമായ രീതിയിൽ അതിനെക്കുറിച്ചുള്ള സാധ്യതകൾ കണ്ടെത്തി അതിനെക്കുറിച്ച് പഠിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഗുണം കിട്ടും. അതിന് ഭാവിയുണ്ട്. സോ ഐ എം ഗോയിങ് ഫോർ ദ കൺക്ലൂഷൻ ഇൻ ദിസ് ബ്യൂട്ടിഫുൾ സെഷൻ, ചാപ്റ്റർ, സബ്ജക്റ്റ് എന്തു വേണമെങ്കിലും പറയാം. എന്താണ് എനിക്ക് പറയാനുള്ളത്? കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി ഒരു മികച്ച അധ്യാപികയാണ്, ടീച്ചറാണ്, ഗുരുവാണ്. ഏതു പേര് നിങ്ങൾക്കിടാം. ഗുരുവിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നേടാൻ വയ്യാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. എല്ലാം പഠിപ്പിച്ചു തരും ശരിക്കുള്ള ഗുരുക്കന്മാർ. അതാണ് അവർ ചെയ്യുന്നത്. ബയോമിമിക്രിയിലൂടെ നമുക്ക് മികച്ച കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഭൂമിയെ സംരക്ഷിക്കാനും കഴിയും. നോ ഡൗട്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. ഇതാണ് ബയോമിമിക്രിയിൽ കൂടെ എനിക്ക് പറയാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നെന്നെ കേട്ട ഇത്രയും സമയവും എന്നെ കേട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലും ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരിലൊക്കെയുള്ള ഒരു നന്ദിയും കൂടെ അറിയിപ്പിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ആൻഡ് ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. താങ്ക് യു ഫോർ ദ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു. താങ്ക് യു സാർ. വളരെ മനോഹരമായ ഒരു സെഷൻ. അത് സാറിനെ കാണുന്നില്ല. സാറ് ബയോമിമിക്രിയിൽ കൂടെ തന്നെ തിരിച്ചു വരും. പരിസ്ഥിതിയിൽ കൂടെ തന്നെ കാണാം. സാർ ഔട്ടായിട്ടില്ല. യെസ്, ഇപ്പോൾ കേൾക്കാം സാർ. യെസ്, താങ്ക് യു സാർ. വളരെ മനോഹരമായ ഒരു സെഷൻ. പ്രത്യേകത എന്ന് വെച്ചാല് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം പുതിയ ഇൻവെൻഷൻസിന്റെ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ടോപ്പിക്കാണിത്. ബയോ മിമിക്രി എന്ന് പറയുന്ന ആ ഒരു സെഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. മനോജ് സാർ പറഞ്ഞു ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു തലമാണ്. പ്രധാനമായിട്ടും നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് മറിക്കുമ്പോൾ അറിയാം. വെയിലിന്റെ ഫിൻസ് ആണ് വിൻഡ് ടർബൈനായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടത്. അതുപോലെ ഡയാറ്റമാണ് വാട്ടർ പ്യൂരിഫയർ. എനിക്ക് തോന്നുന്നു മനോജ് സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഡയാറ്റം അതാണ് വാട്ടർ പ്യൂരിഫയർ ആയിട്ട് മാറുന്നത്. അതുപോലെ ഷാർക്കിന്റെ സ്കിന്നാണ് എലിസഡാർ സ്യൂട്ട്, ഒളിമ്പിക്സ് വിന്നേഴ്സിന് ഉപയോഗിക്കുന്ന ഡ്രസ് മെറ്റീരിയൽസ് അത് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ സ്നേക്കിന്റെ സ്കിന്നിന്റെ ഗ്രിപ്പാണ്
നമ്മുടെ ചെരുപ്പിന്റെ അടിയിലുള്ള ആ, തെന്നാതിരിക്കാനുള്ള ഒരു മെറ്റീരിയലായിട്ട് നമ്മൾ കാണും. അതുപോലെ സ്പൈഡർ വെബ് അല്ലെ, നമ്മുടെ എട്ടുകാലിയുടെ വല, മനോഹരമായ ഫൈബറും നെറ്റും ഒക്കെ ആയിട്ട് അതിനെ നമ്മൾ പുതിയ രീതിയിൽ മാറ്റി. അതുപോലെ ഡോൾഫിൻ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ എവിടെ നോക്കിയാലും ഈ ബയോമിമിക്രിയുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ ആണ്. വളരെ മനോഹരമായ ഒരു സെഷൻ. താങ്ക് യു മനോജ് സാർ. ബാക്കിയുള്ളവർക്ക് ഇഷ്ടംപോലെ പറയാനുണ്ടാവും. സോ അടുത്തയാളെ വിളിക്കാം. ഉഷാമ പറഞ്ഞോളൂ. ഞാനോ? താങ്ക് യു സർ. പ്രകൃതി മനോജ് കുമാർ സാറ് ഫസ്റ്റ് തന്നെ നമുക്കത് പറയാം. മനോജ് കുമാർ സാർ വേറെ ലെവല, ക്ലാസിക് എന്നുള്ള വിഭാഗത്തിലേക്ക് മാറി സാറിന്റെ ക്ലാസ്സുകൾ. ഒരുപാട് സന്തോഷം, അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പ്രകൃതി, നമ്മളെപ്പോ പ്രകൃതിയെ നോക്കിയാലും അത് ഏത് പ്രായത്തിലുള്ളവരാണേലും വളരെ കുഞ്ഞുങ്ങളായിട്ടായിരിക്കും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക. എപ്പോഴും ആകാംക്ഷയോടുകൂടി വിസ്മയിപ്പിക്കുന്ന, എത്ര പഠിച്ചാലും മതിവരാത്ത ഒരു ഉറവിടമാണ്, അറിവിന്റെ ഉറവിടമാണ് പ്രകൃതി എന്ന് പറയാം. എന്നും സൂര്യൻ ഉദിക്കുന്നുണ്ട്, പക്ഷെ എത്ര വട്ടം എല്ലാ ദിവസങ്ങളിലും നമ്മൾ സൂര്യോദയം കണ്ടാലും അതിന് നമുക്ക് പുതുമയുണ്ടാവും. ഒരിക്കലും നമ്മൾ മടുക്കാത്ത ഒരു പ്രത്യേക അനുഗ്രഹം പോലെ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ സൂര്യോദയങ്ങളും, അതുപോലെ എല്ലാ സൂര്യ അസ്തമയങ്ങളും, അതുപോലെ ചന്ദ്രൻ, നിലാവ്. ഈ പ്രകൃതിയിൽ എന്താണ് ഇല്ലാത്തത്? എല്ലാം നമ്മളെ നിത്യേന വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ ഒരു അത്ഭുതങ്ങളുടെ ഉറവിടമാണ് ഭൂമി എന്ന് പറയാം, പ്രകൃതി എന്ന് പറയാം. നമ്മളെപ്പോഴും ഇപ്പൊ സാറ് പറഞ്ഞു ഏർലി മോർണിംഗിൽ പ്രകൃതിയിലേക്ക് നോക്കൂ. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്രമാത്രം എത്ര പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കുമ്പം നമ്മുടെ മനസ്സറിയാതെ ശാന്തമാകുന്നത് നമുക്ക് അനുഭവപ്പെടാനായിട്ട് കഴിയും. പ്രകൃതിയിലെ വിസ്മയങ്ങൾ അത്രയേറെ വലുതാണ്. കിളികളെ നോക്കൂ, അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അതുപോലെ ഓരോ പൂക്കള്, ഓരോ ചെടികളും, ഓരോ സാറ് പറഞ്ഞ പോലെ ഓരോ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾക്കും ഓരോന്നും നമ്മളെ പഠിപ്പിക്കാനുണ്ടാവും. ഓരോ ചെറിയ മഞ്ഞു തുള്ളികൾക്കും നമുക്ക് ഓരോന്നും നമ്മളെ പഠിപ്പിക്കാനുണ്ടാവും. അവയെല്ലാം നമ്മളെ വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. പ്രകൃതിയെക്കുറിച്ച് പാടാത്ത കവികളില്ല, പ്രകൃതിയെക്കുറിച്ച് എഴുതാത്ത കഥാകാരന്മാരില്ല. കടലിനെ കുറിച്ചും കാറ്റിനെ കുറിച്ചും എഴുതാത്തതും വായിക്കാത്തതും, അതുപോലെ തന്നെ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന, എന്നും കാണാൻ കൊതിക്കുന്ന വിസ്മയങ്ങളാണ് ഇവയെല്ലാം. ഒട്ടേറെ നമ്മളെയൊക്കെ ആ ഒരു ഇന്ററാക്ഷനിലൂടെ സാറ് പ്രകൃതിയുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അത് എങ്ങനെയാണ് മനുഷ്യർക്ക് കൂടുതൽ ഗുണപ്രദമാകുന്ന രീതിയിൽ നിറയെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുക. സാറ ഒരു ചേമ്പല, അതുപോലെ തന്നെ താമരയുടെ ഇല, അവയൊക്കെ അതിന്റെയൊക്കെ എഫക്റ്റ് എത്രമാത്രം, അത് നമ്മുടെ ഒരു ക്ലീനിങ്, നമ്മുടെ മനസ്സ് ക്ലീൻ ചെയ്യാനും നമ്മുടെ ലൈഫ് ക്ലീൻ ചെയ്യാനുള്ള ഒരു മെസ്സേജ് കൂടിയാണ് സാർ അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പൊ ആ മിമിക്രി എന്ന ആ അനുകരണം, നമുക്ക് പ്രകൃതിയെ അനുകരിക്കാനുള്ള വലിയൊരു സോഴ്സ് ആണുള്ളത് നമ്മുടെ മുമ്പില്. വെറുതെ ആണെങ്കിലും നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കാം. പ്രകൃതിയിൽ നമുക്കുള്ളതെല്ലാം നമുക്ക് എത്ര സമാഹരിച്ചാലും മതിയാവാത്ത അത്ര വിഭവ ശേഖരണമാണ് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. സാറിന്റെ മനോഹരമായ മ്യൂസിക്കോട് കൂടിയിട്ടുള്ള ഒരു പശ്ചാത്തല സംഗീതത്തോട് കൂടിയിട്ടുള്ള ഒരു ക്ലാസ് ഞങ്ങളെ വേറെ ഒരു അനുഭവത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ സാറിന്റെ ക്ലാസ് ആണെന്ന് കണ്ടത് ഞങ്ങളും അതൊരു ബോധപൂർവം കയറുമായിരുന്നു. ഞാനും ഷീൽ ടീച്ചറിനോട് ഇൻഫോം ചെയ്തത് മനോജ് കുമാർ സാറിന്റെ ക്ലാസ് ആണ്, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ കയറുമായിരുന്നു. ഒരുപാട് നാളായിട്ട് ഞങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ കയറാറില്ലായിരുന്നു. എന്തായാലും ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ന് പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ഇന്ന് മാറ്റിനി ഫ്രീ വെബിനാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നത്. അതിനും ഒരുപാട് അഭിനന്ദനങ്ങൾ സാബു സാറിന്. താങ്ക് യു, കൺഗ്രാജുലേഷൻ സാർ. മനോജ് സാറിന്റെ ബയോമിമിക്രി ആണ്, ഞാനത് എന്റെ പുറകിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സാറ് പുറകിലിട്ടെങ്കിലും സാറിന്റെ ഡ്രസ്സും അതിനോട് യോജിച്ച രീതിയിൽ ഡ്രസ് കോഡൊക്കെ വരണം. നമുക്ക് നേരത്തെ ഒരു മെസ്സേജ് ഒക്കെ ഇടണം. ഞങ്ങളൊക്കെ സാർ പറയും. മനോജ് സാർ, സാർ, ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ വ്യക്തിയെയും സാർ കേൾക്കാവോ? കേൾക്കാം. യെസ്. ഈ പ്ലാറ്റ്ഫോമിലെ ഓരോ വ്യക്തിയെയും ഒരു പ്രത്യേകതരം ചിന്തയിലൂടെ കടത്തിക്കൊണ്ടുപോയി. സാർ, ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ മിമിക്രി എന്ന് പറയുന്നത്
വിഷമം പറഞ്ഞവിടേക്കാണ് ഞാൻ വരുന്നത്. ആരോടും ചോദിക്കാതെ ഉദിക്കുകയും ആരോടും പറയാതെ അസ്തമിക്കുകയും ചെയ്യുന്നു. സൂര്യൻ നിശ്ചലമാണ്. പക്ഷെ മിമിക്രി നമ്മുടെ മുമ്പിൽ വരുത്തുന്നത് ഭൂമിയുടെ ചലനത്തെ അതിൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. അവിടെ പ്രകൃതിയുടെ ഒരു മിമിക്രി എന്ന് പറയുന്നത് രാവും പകലുമാണ്. ആ രാവും പകലിലും മനുഷ്യൻ നിമഗ്നമായി പോവുകയും ഉണരുകയും ചെയ്യുന്നു. ഉറക്കം, നാച്ചുറൽ റെക്കോർഡിയം, അതനുസരിച്ചുള്ളൊരു യാത്ര, അതിനനുസരിച്ചുള്ള ഉറക്കവും ഉണർവും പ്രവൃത്തിയും ചെയ്യുന്ന വ്യക്തി ഈ പ്രകൃതിയിലെ ഏറ്റവും വലിയ കലാകാരനാണ്. ഉറക്കം നഷ്ടപ്പെട്ടൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നാച്ചുറൽ റെക്കോർഡിയത്തിൽ നമുക്ക് പ്രകൃതി തരുന്നുണ്ട്. രാത്രി ഒരു 9:30 കഴിഞ്ഞ് 10 മണിയാകുമ്പോഴേക്കും നാം ഉറങ്ങിയിരിക്കണം. പ്രഭാതത്തിൽ ഒരു 4 മണി അല്ലെങ്കിൽ 5 മണിക്കെങ്കിലും ഉണരണം എന്ന് മനു സാർ പറഞ്ഞു. ആ ഉണർവിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം പലതരത്തിലുള്ള കിളികളുടേതാണ്. അത് ഏതാണെന്ന് പോലും നമുക്ക് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഒരു പ്രഭാതത്തെ സന്തോഷത്തോടെ കൊണ്ടുവരാൻ ഈ കിളികളുടെ ശബ്ദം ചിലപ്പോൾ മാത്രം മതിയാവും. എത്ര വിഷമിച്ച് കിടന്നുറങ്ങിയ വ്യക്തിയാണെങ്കിലും പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് പ്രകൃതിയുടെ ശബ്ദവും പ്രകൃതിയിൽ നമുക്ക് തരുന്ന ആ കാറ്റും ധാരാളം മതിയാകും. ഓക്കെ സർ, പ്രകൃതിയുടെ മിമിക്രി അനുഭവിക്കുന്നവരാണ് നമ്മൾ. ആ അനുഭവത്തിന്റെ സന്തോഷത്തോട് സാറിന് നന്ദി പറയുന്നു. നമസ്കാരം. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഷീല മാം, സർ. എങ്ങനെയുണ്ട് പ്രകൃതി? ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. കുറേ നാളായിട്ട് മനോജ് സാറിനെ, ഉലഹന്നാൻ സാറിനെ കാണുന്നുണ്ട്. പക്ഷെ സാറ് പലപ്പോഴും വരിക, പ്രത്യക്ഷപ്പെടുക, അങ്ങ് പെട്ടെന്ന് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും ഇരിപ്പുണ്ട്, കൊച്ചു മോളെയും കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ മനോജ് സാറിന്റെ ക്ലാസ്സിലേക്ക് വരാം. സാറേ, ഒരു 2 മിനിറ്റ് താമസിച്ചാണ് ക്ലാസ്സിൽ കയറാൻ പറ്റിയതെങ്കിലും ക്ലാസ് പിന്നെ സാറ് പറഞ്ഞ 3 എക്സാമ്പിളുകളും വളരെ മനോഹരവും നമുക്ക് മനസ്സിലാകുന്നതുമായിരുന്നു. ആദ്യത്തെ വെൽക്രോ എന്ന് പറയുന്ന ഒരു ചെടിയുടെ കാര്യം പറഞ്ഞ് ജോർജ് ഡി മെസ്ട്രൽ, അദ്ദേഹമാണോ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ അതിൽ ഒരു ചെടിക്ക് ഒരു കൊളുത്തും 2 എന്തോ പറഞ്ഞു സാർ, ഞാൻ എനിക്കത് കിട്ടിയില്ല. അതിന് നാളെ അതെ അതെ അതെ, അതിൻ്റെ അതിൽ തന്നെ 2 ഉണ്ട്. അത് ഉപയോഗിച്ചാണ് അത് ഒട്ടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അതിലേക്ക്, നമ്മുടെ തുണിയിലും അത് കൊളുത്തി പിടിക്കും. അപ്പോൾ അതിനകത്ത് കൊളുത്തുണ്ട്, അതാണ് അതിൻ്റെ മെയിൻ ഒട്ടാനായിട്ട് സഹായിക്കുന്ന അതിൻ്റെ ഉപയോഗിക്കുന്ന അതാണ് അതിൻ്റെ പ്രോസസ്സ്. യെസ്, ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് ഷീല മാം കെമിസ്ട്രി ടീച്ചർ ആയിരുന്നോ? അല്ല, അല്ല സാറേ, ഞാൻ ഓക്കെ. ഇനി അടുത്തത് സാറ് പറഞ്ഞത് ബുള്ളറ്റ് ട്രെയിനിന്റെ കാര്യം നമ്മുടെ ജപ്പാനീസ് കണ്ടുപിടുത്തമാണ്. അത് ഞാൻ ഒരെണ്ണത്തിൽ വായിച്ചു. കാരണം ഇത് വളരെ ആഴത്തിൽ പോകുമ്പോഴത്തേക്ക് അത് സൗണ്ട് ഉണ്ടാക്കുന്നില്ല, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല. എന്നാൽ അതിന്റെ കാര്യം സാധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. മീനിയം കൊണ്ട് തന്നെയാണ് അത് വരുന്നത്. അപ്പൊ അതുപോലെ ഷാർപ്പാണ്. വെള്ളം ഇങ്ങനെ തള്ളി മാറ്റി മുറിച്ചു പോകുന്ന പോലെ തന്നെ വായുവിനെ മുറിച്ചു പോകാൻ പറ്റിയ ഒരു ഷേപ്പിലേക്ക് ട്രെയിനിനെ മാറ്റിയാൽ വേഗത കൂടും, ഇന്ധനം കുറയും എന്നുള്ള ഒരു ഇത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അതും ആ ഒരു അറിവ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ലോട്ടസ് ലീഫിന്റെ കാര്യം ഓമന ടീച്ചർ പറഞ്ഞ പോലെ ചേമ്പിലയിൽ വെള്ളം ഒഴിച്ച പോലെ എന്ന് പറയുന്നത് അത് പിന്നെ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള ഇത്, അതായത് ചേമ്പിലയിൽ വെള്ളം ഒഴിച്ചാൽ അത് നിൽക്കത്തില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അതും ഓയിലിയാണ് എന്നുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ പരിസ്ഥിതിയെ സ്നേഹിക്കാനും പിന്നെ ഇഷ്ടപ്പെടാനും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനും ഒക്കെ സാറ് പറഞ്ഞതിൽ ഭയങ്കര കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ രാവിലെ മുതൽ അത് തന്നെയാ ജോലി സാറേ. സാറിന്റെ ക്ലാസ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. പിന്നെ 1-2 കാര്യം എനിക്ക് അറിവുള്ളതും കൂടെ ഒന്ന് പറയാം സാറേ. പൂച്ചയുടെയും മിന്നാമിനിങ്ങിന്റെയും ഒക്കെ ലൈറ്റ് ഉണ്ടല്ലോ, പൂച്ചയുടെ കണ്ണ് രാത്രിയിൽ തിളങ്ങും. അതുപോലെ തന്നെ മിന്നാമിനിങ്ങിന്റെയും അതിൽ നിന്നാണ് ഈ ഫോസ്ഫറസ് ഈ രാത്രിയിൽ തിളങ്ങുമെന്നുള്ള ഒരു പിന്നെ ഇത് കണ്ടുപിടിച്ചിട്ട് ചില വസ്തുക്കൾ രാത്രിയൊക്കെ ഈ ലൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്ലൂറസെന്റ് പെയിന്റുകൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഒരു ഐഡിയ കിട്ടിയത് അങ്ങനെയാണെന്ന് എവിടെയോ ഞാൻ കണ്ടു. പിന്നെ അതുപോലെ തന്നെയാണ് സ്പൈഡറിന്റെ കാര്യം പറഞ്ഞതും.
പിന്നെ വെബ്, നെറ്റ് വെബ് നമുക്ക് പിന്നെ ആ ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിൽ നെയ്യുന്നതിനുള്ള ഒരു പ്രചോദനം കിട്ടിയതും ഈ സ്പൈഡറിൽ നിന്നാണ്. പിന്നെ നാച്ചുറൽ കളറുകൾ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് ബട്ടർഫ്ലൈസ്. ഏത് കളറുകളാണ് യോജിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ ബട്ടർഫ്ലൈയെ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പിന്നെ സൂര്യപ്രകാശത്തില് പിന്നെ മിറർ കാണിച്ചിട്ട് മുമ്പ് നമ്മളെ ഫിലിം കാണാറുണ്ടായിരുന്നു സാറേ. സൂര്യപ്രകാശം ഈ മിറർ വെച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് അത് ഒരു ബൾബിൽ നിറച്ച വെള്ളത്തിലൂടെ കടത്തി വിടും ആ പ്രകാശത്തെ. എന്നിട്ട് ഇപ്പുറത്ത് പിന്നെ എല്ലാവരും അത് കണ്ടിട്ടുള്ളതാ. നമ്മള് ഫിലിം വെച്ചിട്ട് ഫോട്ടോ നമ്മൾ സിനിമ കാണുമായിരുന്നു. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കാറ്റാടി യന്ത്രം, പിന്നെ അതുപോലെ തന്നെ മഞ്ഞുകാലത്തെ തണുപ്പ് കണ്ടുകൊണ്ടാണ് AC ഉള്ളത് എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് സാറിന്റെ ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായി. ഞാൻ നിർത്തുകയാണ്. കാരണം ടോമി തറക്കുന്നേൽ സാറ് എന്തൊക്കെയോ ഒത്തിരി പറയാനായിട്ട് ബിമ്മിട്ടപ്പെട്ട് ഇരിപ്പുണ്ട്. സാറൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ വിടവാങ്ങിയാണ്. താങ്ക് യു വെരി മച്ച്. യെസ് ടോമി സാർ, വെൽക്കം 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 സാർ. ഓക്കെ. ഒത്തിരി എനിക്ക് മുഴുവൻ സാറിന്റെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ച് വേറെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ഇച്ചിരി വൈകിപ്പോയി കയറാനായിട്ട്. അതുകൊണ്ട് ഒത്തിരി വിഷമമുണ്ട്. സാറിന്റെ ക്ലാസ്സുകളെല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആണ് പൊതുവെ. അതുകൊണ്ട് ഇത് ഞാൻ നിവൃത്തിയുള്ളിടത്തോളം ഒഴിവാക്കാറില്ല. അപ്പം ഏതാണേലും വളരെയധികം ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻസൈറ്റ് ഇവിടുത്തെ പ്രേക്ഷകർക്ക് നൽകാൻ സാറിന് ഇന്നും കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ഞാനത് ഒന്നുകൂടെ യൂട്യൂബിൽ കണ്ടിട്ട് സാറിന് കൂടുതൽ വിവരങ്ങൾ തരാം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ശ്രീകുമാരി മാം. ജോസഫ് ജോൺ സാർ ഉണ്ടോ? ജോസഫ് ജോൺ സാർ. ഓക്കെ. ഞാനേ ഇടയ്ക്കൊന്ന് കരോളിന് പോയതാ. പള്ളിന്ന് കരോള് സെറ്റ് വന്നു. ഗുഡ് ഈവനിങ്. ഒരു പുതുമയാർന്ന ഒരു സബ്ജക്റ്റ് പ്രകൃതി. സാർ പറഞ്ഞതുപോലെ പ്രകൃതി എന്ന് പറയുന്നത് ഗുരുവാണ്, മെന്ററാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ഗുരുവിൽ നിന്നും പ്രകൃതിയിൽ നിന്നും കിട്ടും. പ്രകൃതി തന്നെയാണ് അമ്മ എന്ന് പറയുന്നതും ഭൂമിയെ സംരക്ഷിക്കുന്നതും. നാം പല കാര്യങ്ങളും പ്രകൃതിയിൽ നിന്നും തന്നെയാണ് അനുഭവിക്കുന്നത്. പക്ഷിയിൽ നിന്നും നാം വിമാനം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. 3 കാര്യങ്ങൾ പ്രകൃതിയെ മോഡലാക്കി മാറ്റുന്നു. പ്രകൃതിയെ മെഷർ ചെയ്യാനുള്ള അളവ്, അതിനെപ്പറ്റി പറഞ്ഞു. നമുക്ക് എന്തൊക്കെയാണോ പഠിക്കേണ്ടതെല്ലാം പ്രകൃതിയാണ്. സൂര്യൻ, ചന്ദ്രൻ എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു മാർഗമാണ് പ്രകൃതി. പ്രകൃതിയെ എത്ര തന്നെ പുകഴ്ത്തിയാലും മതിയാകുന്നതല്ല. പ്രകൃതി സംരക്ഷണം നമുക്ക് ഏവർക്കും അത്യന്താപേക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം നാം ഇന്ന് ഉപയോഗിക്കുന്ന ബാഗ്, ചെരുപ്പ്, ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് പാമ്പിന്റെ എന്തോ അതിൽ നിന്നൊക്കെ എടുക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്രകൃതി തന്നെയാണ് നൽകുന്നത്. കൃഷി, പരിസ്ഥിതി അനുകരിക്കാനുള്ളത് സൗഹൃദപരമായ വീണ്ടും നാം ഗവേഷണം നടത്തുന്നതിനും പ്രകൃതിയെ സംരക്ഷിച്ച് നാം മുന്നോട്ട് പോവുക. നമുക്കെല്ലാം പ്രകൃതിയിൽ നിന്നും ലഭിക്കും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു, കൺഗ്രാജുലേഷൻസ് സാർ. പ്രകൃതി എന്ന അമ്മയെ വന്ദിച്ചുകൊണ്ട് നമസ്കാരം. ജോസഫ് ജോൺ സാർ റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ സാർ. അപ്പോൾ മനോജ് കുമാർ സാറ് പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്നിട്ട് ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് സാറിൻ്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഗംഭീരമായിരിക്കുന്നു സാർ. പുതിയ എല്ലാം കൊണ്ടും മികച്ച ഒരു അവതരണമായിരുന്നു. ഷോർട്ടായിരുന്നു. കൂടുതൽ പറയുന്നതിലല്ല, കാര്യം മാത്രം പ്രസക്തമായിട്ട് പറയുന്നതിലാണ് അതിൻ്റെ പ്രാധാന്യമെന്ന് സാറ് തെളിയിച്ചു. എല്ലാറ്റിനും പ്രകൃതിയോട് കടപ്പെട്ടിരിക്കുന്നു. പ്രകൃതി നമ്മളിൽ നിന്നും വിഭിന്നമല്ല. നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. പറയുന്നത് പ്രകൃതി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ദ എൻവയൺമെന്റ് ഈസ് ഇൻ അസ്, നോട്ട് ഔട്ട്സൈഡ് ഓഫ് അസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയിൽ കാണുന്ന മരങ്ങളും ഒക്കെ നമ്മുടെ ലങ്സ് ആണ്. നമുക്ക് ശ്വാസത്തിന് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിന് വായു തരുന്നു, അല്ലേ?
ഓക്സിജൻ തരുന്നു. റിവേഴ്സ് ആർ ബ്ലഡ് സ്ട്രീം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാട്ട് വി ഡു ടു ദി എൻവയൺമെൻറ്റ്, അത് നമുക്ക് തിരിച്ചടി കിട്ടും. നമ്മൾ ദോഷകരമായിട്ട് ചെയ്താൽ, നല്ലത് ചെയ്താൽ നല്ല ഫലങ്ങളും കിട്ടും. നല്ലത് ചെയ്യാനാണ് പ്രകൃതി മാതാവ് ആഗ്രഹിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം വേണമെങ്കിലും എടുത്തോളൂ, ഫോർ യുവർ ഗുഡ്. അതാണ് സാർ ഇന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ കാര്യം. നമ്മളതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട്, പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് മിമിക്രി ചെയ്തുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നൊവേഷൻസ്, പുതിയ പാഠങ്ങൾ പഠിക്കുന്നു. അതുപോലെ തന്നെ പുതിയ ചിന്താഗതിയിലും മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ റോബർട്ട് ബ്രൂസിന്റെ ആ ഒരു കഥ നമുക്കറിയാം അല്ലെ, ചിലന്തി വല കിട്ടുന്ന അതിൽ നിന്നൊരു കൺസെപ്റ്റ് അവിടെ കിട്ടുകയാണ്. അപ്പം പ്രകൃതി എല്ലാ തരത്തിലും നമ്മളെ സഹായിക്കുന്നു, നമ്മളോടൊപ്പം നിൽക്കുന്നു. നമ്മളാണ് അത് തിരിച്ചറിയാത്തത്. ഇനി ആ രീതിയിൽ എല്ലാത്തിനെയും ഡിസൈൻ ചെയ്തുകൊണ്ട്, പ്രകൃതി തരുന്ന ഡിസൈനുകളെ നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തെ മെച്ചപ്പെടുത്താം എന്നുള്ളൊരു പാഠമാണ് സാർ തന്നത്. താങ്ക് യു. നല്ലൊരു കൺസെപ്റ്റാണ്. പലരും കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. താങ്ക് യു വെരി മച്ച് സാർ. മനോജ് കുമാർ സാർ. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആരാ പറയാനുള്ളത്? മഞ്ജു മാം ഉണ്ട്, ജോസഫ് സാർ, കുഞ്ഞായി മാസ്റ്റർ, ഓമന ടീച്ചർ പറഞ്ഞോ? ഇല്ല, പറയൂ. നാളത്തെ ക്ലാസ് നമുക്ക് ആർട്ട് ഓഫ് ഹാപ്പിനെസ് ആണ്. ദലൈലാമയുടെ ബുക്കാണ് കേട്ടോ, ബുക്ക് റിവ്യൂ ആണ്. ഓമന ടീച്ചർ പറയും. താങ്ക് യു സാർ. മനോജ് കുമാർ സാർ ഒത്തിരി നാള് വരാതിരുന്ന വെച്ച് പെട്ടെന്നൊരു മിമിക്രി ആയിട്ട് വന്നപ്പം എല്ലാരും ഓർത്തു സാറ് മിമിക്രി കാണിക്കാൻ പോവുകയാണോ. പക്ഷെ ഞാനിങ്ങനെ സാറ് പറയാൻ തുടങ്ങിയപ്പോ മുതൽ ആലോചിക്കുമായിരുന്നു, പക്ഷി പറക്കുന്ന കണ്ടുകൊണ്ട് വിമാനം ഉണ്ടാക്കിയത് എന്നാ സാറ് പറയാത്തത്. പക്ഷി പറക്കുന്ന കണ്ടോണ്ട് വിമാനം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ പണ്ടേ പറയുന്നതാണ്. പക്ഷെ ഈ ബയോ മിമിക്രി എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കാറില്ല എന്നേ ഉള്ളൂ. പിന്നെ സാറ് അത് പുതിയ ഒരു വാക്ക് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ ഒച്ച് അതിന്റെ കൂട് എടുത്ത് പുറത്ത് വെച്ചുകൊണ്ട് പോണ കാണുന്നില്ലേ, അതെങ്ങനെയാ കൂടുണ്ടാക്കുന്നത്? അതെടുത്ത് പുറത്ത് വെച്ച് കെട്ടി കൊണ്ടുവന്ന് കാണുമ്പോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ, തുമ്പി കല്ലെടുക്കുന്നത് ഭയങ്കര അത്ഭുതമല്ലേ ശരിക്കും, തുമ്പി കല്ലെടുക്കുന്നത്. അതുപോലെ ഒരു ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ JCB ഒക്കെ, അല്ലെങ്കിൽ ക്രെയിൻ, അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ആ പ്രകൃതിയിലോട്ട് നോക്കി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഘടന ഒരു അപകടത്തിലേക്ക് പോകുകയാണെന്ന് എനിക്ക് തോന്നുക. കാരണം പ്രകൃതിയിൽ ഒരുപാട് കാലം പരീക്ഷിച്ച സാധനങ്ങളാണല്ലോ, അല്ലെങ്കിൽ രൂപകൽപ്പനകളാണല്ലോ. അപ്പൊ അതിലേക്ക് നോക്കി തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെ പുതിയ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ അതിനൊരു ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ എന്നറിയില്ല, അല്ലേ? പ്രകൃതി പരീക്ഷിച്ചറിഞ്ഞത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താന്ന് വെച്ചാല്, പ്രകൃതി ഒരുപാട് വർഷങ്ങളായിട്ട് പരീക്ഷിച്ചും വിജയിച്ചും വന്ന ആശയങ്ങളാണല്ലോ പ്രകൃതിയിലുള്ളത്. അത് നമ്മളിങ്ങോട്ട് എടുത്ത് അതിൻ്റെതായ രീതിയിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അപകടങ്ങളും ഒക്കെ കുറച്ച് വെക്കാൻ പറ്റും. പ്രകൃതി പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പുസ്തകമാണെന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്. അതെനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയത് കൊണ്ട് ഞാനത് മനസ്സിൽ വെച്ചതാണ്. പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യം, അതുകൊണ്ടാണ് നമുക്ക് പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ ഒരു ആശ്വാസം. സ്ട്രെസ് മാനേജ്മെന്റിനും ഒക്കെ പ്രകൃതിയിലോട്ട് നോക്കാൻ പറയുന്നത് ഒക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ആ സ്ട്രെസ് ഉണ്ടായ ചിന്ത മാറി നമ്മൾ ഇതിനെ ശ്രദ്ധിക്കും. ഇപ്പൊ ഒരു ഒച്ചൊരു കൂടെ എടുത്തോണ്ട് പോകുന്ന കണ്ട അടുത്ത് കണ്ടാ ആരാ നോക്കിയരാത്തത്, അല്ലെങ്കിൽ ഒരു ചിത്രശലഭത്തെ അടുത്ത് കണ്ട ആരാ നോക്കിയരാത്തത്. അങ്ങനെ ആണ് സ്ട്രെസ് കുറയുന്നത്, നമ്മുടെ ചിന്ത മാറിപ്പോകുന്നതാണല്ലോ. അപ്പം താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറ് എന്താ പറയാ, കുറെ നാള് കൂടി വീട്ടിലോട്ട് വന്നപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു, ഒത്തിരി ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വരുന്നത് പോലെ വന്നിട്ടുണ്ട്. താങ്ക് യു സാർ.
ശിവദാസൻ ഡോക്ടർ പറയും. മനോജ് കുമാറിന്റെ സാറിന്റെ ക്ലാസ് പതിവ് പോലെ പുതുമയുള്ള ക്ലാസ് തന്നെ. അപ്പൊ അതില് ഈ ബയോമിമിക്രി എന്നൊക്കെ കേട്ടപ്പോ എന്റെ മനസ്സിൽ ഇപ്പൊ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും ഭാവഗായകരായി കഴിഞ്ഞു. കാരണം പ്രകൃതിയുടെ വലിയ ആരാധകരും ഇത് ഉഷമാം ആണെങ്കിൽ ആദ്യമേ ഒരു എന്താ പറയാ നമ്മുടെ പ്രകൃതി ഭംഗിയും പ്രകൃതിയിലെ അത്ഭുതങ്ങളും ഒക്കെ വർണ്ണിക്കുന്ന കവയത്രിയായിട്ട് മാറി കുറഞ്ഞ സമയം കൊണ്ട്. അപ്പൊ അത് കേട്ടപ്പോഴാണ് എനിക്ക് ഈ കുയിലിന്റെ പാട്ട് കേട്ട് എതിർപാട്ട് പാടുക മോഹം ONV എഴുതിയതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെ അതുപോലെ സ്ത്രീകളെ വർണ്ണിക്കുന്നത് മനോജ് സാർ ഈ കവികളെല്ലാം തന്നെ പ്രകൃതിയിലെ എള്ളിൻപൂവിന്റെ മൂക്ക്, താമര ഇതൾ കണ്ണ്, പിന്നെ മീനാക്ഷി മീൻ കണ്ണ്, പേടമാൻ മിഴി, കരിങ്കൂള കണ്ണ് എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ ദുഷ്യന്തൻ പാടിയ ഓർമ്മയില്ലേ, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയിൽ നിന്നെ ഓർമ്മ വരും. അപ്പൊ ശംഖുപുഷ്പം അത് നമ്മൾ മുതിർന്നവരും മാത്രമായതുകൊണ്ട് ഞാൻ പറയാം, ഈ ശംഖുപുഷ്പത്തിന്റെ ബൊട്ടാണിക്കൽ നെയിം ഒരു വിചിത്രമായ നെയിമാണ്. അത് എല്ലാവരും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. അത് ഞാനും പറയുന്നില്ല, അത് ശംഖുപുഷ്പത്തിന്റെ ബൊട്ടാണിക്കൽ നെയിം. അപ്പോൾ അതേപോലെ പ്രകൃതിയായിട്ട് വലിയ ഇതാണ്. ഈ വെൽക്രോ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ്. ഞാൻ പാൻറ് തുന്നുമ്പോൾ തുന്നൽക്കാരനോട് പറയും ഗ്രിപ്പ് വെക്കണേ എന്ന് പറയും. കാരണം ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി വയറൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഈ പാൻറ് താഴേക്ക് പോകാതിരിക്കാനായിട്ട് ഗ്രിപ്പ് വെച്ച് തിന്നാൻ പറയും. അപ്പൊ ഈ ഗ്രിപ്പാണ് ഈ വെൽക്രോ ചെടിയിൽ നിന്നുണ്ടായതെന്ന് ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി സാർ ഈ ബയോമിമിക്കിന്റെ ഞാനൊരു സംഭവം പറഞ്ഞോളട്ടെ. അതായത് ഈ KV തോമസ് സാർ, പ്രൊഫസർ KV തോമസിന്റെ വിളക്ക് മരങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഈ ജീവിതത്തിൽ മാർഗദീപമായ ആളുകളെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ അദ്ദേഹം ഈ ബയോമിമിക്കിന്റെ ഒരു ഗംഭീര ഉദാഹരണം പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഈ എറണാകുളത്തൊരു ഈഡൻ എന്ന് പറഞ്ഞൊരു MLA ഉണ്ടായിരുന്നു. അപ്പൊ ഈ KV തോമസ് സാറിന്റെ അടുത്തുള്ള ആളായിരുന്നു. അപ്പൊ അദ്ദേഹം നേരത്തെ കോൺഗ്രസ് എസ്സിലും ഇദ്ദേഹം കോൺഗ്രസിലും ആയിരുന്ന സമയത്ത് കരുണാകരന്റെ വലിയ ഭക്തനായിരുന്നു. ഇവര് വേളാങ്കണ്ണിയിൽ ഒന്നിച്ചു പോയി. വേളാങ്കണ്ണിയിൽ ഒന്നിച്ചു പോയപ്പോൾ അവിടെ വേളാങ്കണ്ണി പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ കടലാസിൽ എഴുതി കൊടുക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം എഴുതി കൊടുത്തു. പുള്ളി 91 അവിടെ ഇലക്ഷൻ നിന്ന് ഈ ഈഡൻ ജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു നല്ല മദ്യപാനിയായിരുന്നു. അദ്ദേഹം വേളാങ്കണ്ണിയിൽ ഇവരെ ഒന്നിച്ചു പോയിട്ട് അവിടെ ചെന്ന് അദ്ദേഹം മുട്ടയടിച്ച് തലയൊക്കെ മുട്ടയടിച്ചിട്ട്, മനോജ് കുമാർ സാർ മുട്ടയടിച്ചല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ മുട്ടയടിച്ചിട്ട് ഇവര് അവിടെ അദ്ദേഹം ചെന്നു. അപ്പൊ ചോദിച്ചു എന്താ മുട്ടയടിച്ചത്? ഞാൻ ഒരു കാര്യം വേളാങ്കണ്ണി മാതാവിനോട് അഭ്യർത്ഥിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കടലാസ് എഴുതി കൊടുത്ത് എൻ്റെ മദ്യപാന ശീലം മാറ്റണേന്ന് എഴുതി. എന്നിട്ട് ഒരു കുപ്പി മദ്യം അദ്ദേഹം കടൽ തീരത്ത് വന്നിട്ട് ഈ വേളാങ്കണ്ണി പള്ളിയിലേക്ക് നോക്കിക്കൊണ്ട് കടലിലേക്ക് ഈ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മദ്യപാനം നിർത്തി ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് KV തോമസ് സാർ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഇദ്ദേഹം നല്ലവണ്ണം വെള്ളം അടിച്ചിരിക്കുന്നത്. എന്താ നീ പിന്നെയും തുടങ്ങിയോന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഈ പ്രകൃതിയിൽ ഞാൻ കണ്ടത് ആ കടലിലേക്ക് എറിഞ്ഞ കുപ്പി പ്രകൃതി തിരിച്ച് കരയിലേക്ക് ഇങ്ങ് കൊണ്ടുവന്നതാണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് തുടങ്ങി എന്ന് ഞാനിപ്പോ അത് ഇന്ന് പകല് വായിച്ച പുസ്തകത്തിൽ നിന്ന് കിട്ടിയ പെട്ടെന്ന് മനസ്സിൽ ക്ലിക്ക് ചെയ്തതാണ് അങ്ങനെ ഒരു കാര്യം. പിന്നെ നമുക്കറിയാലോ സാർ, ഈ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ഒക്കെ ഋഷിമാരെല്ലാവരും ഭാരതീയ ഋഷിമാരെല്ലാവരും വനങ്ങളിൽ ജീവിക്കുകയും അവിടെ തപസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പം ഈ വലിയ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ നടത്തിയിരുന്ന അന്നത്തെ ഈ ലാബുകളിലല്ലായിരുന്നു, അവർ വനാന്തരങ്ങളിൽ ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവര് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ പ്രകൃതിയുടെ ഒരു ഹാർമണിയായിട്ട് നമ്മുടെ മനസ്സ് ഇണങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുകയും പുതുമയുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വരികയൊക്കെ ചെയ്യായിരുന്നു. നമ്മുടെ വയലാറൊക്കെ ഞങ്ങളുടെ പാലക്കാട് വന്നിട്ട് മലമ്പുഴയിൽ റൂം എടുത്ത് താമസിച്ചിട്ട് അദ്ദേഹം കവിതകളൊക്കെ എഴുതായിരുന്നു. അത് ഈ മലമ്പുഴയുടെ ജോസഫ് സാർ കേൾക്കാനാണ് ഞാൻ പറയുന്നത്, മലമ്പുഴയുടെ മാറിടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കവിത എഴുതിയത്, ചലച്ചിത്രഗാനം എഴുതിയതൊക്കെ അദ്ദേഹം ഇതുപോലെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പോയി റൂം എടുത്ത് ഇരുന്നിട്ട് പണ്ടൊക്കെ കവിത എഴുതായിരുന്നു. അതുപോലെ നാരായണ ഗുരു മരുത്വാമലയിൽ പോയിട്ട് തപസ് ചെയ്തിട്ട് എല്ലാ ആവശ്യമുണ്ടോ, ഒരു ഹോട്ടൽ റൂം എടുത്ത് അദ്ദേഹത്തിന് ഇരുന്നാൽ പോരെ, തപസ് ചെയ്തിട്ടും ബുദ്ധൻ ആൽമരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് എൻലൈറ്റ്മെന്റ് ഉണ്ടായതും, അതേപോലെ ഗിരി പ്രഭാഷണം യേശുനാഥന്റെ
ഈ ഗിരിപ്രഭാഷണവും എല്ലാം. അപ്പൊ പ്രകൃതിയിലേക്ക് മടങ്ങുന്നവരോ അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ളിൽ ഉണ്ടാകും എന്നുള്ള ഒരു സത്യമാണ്. പ്രകൃതിയിലെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമ്മൾ കാണുകയും അനുകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതങ്ങളാണ്. വലിയ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ഭുതം. ഉഷ മേഡം പറഞ്ഞ പോലെ നമ്മൾ കടലിനെ നോക്കിയിരുന്നാലേ, കടല് എത്ര നേരം നമ്മൾ ഇരുന്നാലും അത് നമുക്ക് കടൽ ആസ്വദിച്ച് തീരില്ല അല്ലെ. ഈ കടൽ മടുത്തു, അതുകൊണ്ട് ഞാനങ്ങ് പോവാം എന്ന് ഒരാളും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ആനയെ നോക്കിയിരുന്നാലേ, ആനയുടെ ചലനങ്ങളും ഒക്കെ നോക്കിയിരുന്നാൽ എത്ര നേരം, ഒരു പശുവിനെ നോക്കിയിരുന്നാൽ നമുക്ക് വേഗം അത്രയും മടുക്കും. പക്ഷെ ആനയുടെ ഈ ശരീര ചലനങ്ങളും അതിൻ്റെ ഇതുമൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പൊ അത്ഭുതമാണ് പ്രകൃതി. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് അകന്നു മാറാനായിട്ട് പരമാവധി ശ്രമിക്കുന്നു. അതുകൊണ്ട് നമുക്കിത് അതിൽ നിന്ന് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു പോകുന്നുണ്ട്. എങ്കിലും സാർ ഈ പുതുമയുള്ളൊരു വിഷയം തിരഞ്ഞെടുത്തതിലും അതേപോലെ എനിക്ക് ഈ ക്രിസ്മസ് കരോള് വന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സാറിന്റെ ഈ 10 മിനിറ്റ് നേരം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. കരോൾ കുട്ടികൾ വന്ന് അവർക്ക് പൈസയൊക്കെ കൊടുത്ത് അവരെ അയച്ചു വിട്ടതിന് ശേഷം ഉള്ളിൽ വന്ന്, പക്ഷെ അതിനുശേഷം സാറ് സെഷൻ തുടങ്ങി. പക്ഷെ ആ പിന്നിൽ കണ്ട ആ ഹരിത ഭംഗി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഈ ബയോ മിമിക് എന്ന് പറഞ്ഞ, അപ്പോൾ ഹരിതം മാത്രമല്ല പ്രകൃതിയിലുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ജോസഫ് സാറിന് ഇതിനകത്ത് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെന്ന് പാടാമെന്ന് എനിക്ക് തോന്നുന്നു, ഇന്നത്തെ വൈകുന്നേരം മനോഹരമാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ കാളിദാസൻ അല്ലെങ്കിലും അത് എഴുതിയ ആള് ഈ സ്ത്രീകളുടെ സൗകുമാര്യം മുഴുവൻ, ഈ അംഗപ്രത്യംഗ വർണ്ണന മുഴുവൻ പ്രകൃതിയായിട്ട് അന്നനട എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. അന്നനടയും സ്ത്രീകളുടെ നടപ്പും ഒക്കെ ആയിട്ട്, ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ കേട്ടോ. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ ഹീലിട്ട് ചാടി നടക്കുന്ന ഈ ഇതാണ് പണ്ടത്തെ ഇത്. അതൊക്കെ മറ്റേ ഇത് നമ്മുടെ വടക്കൻ വീരഗാഥയിലൊക്കെ ഈ കുന്നത്ത് കൊന്ന പൂത്ത പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പറയില്ലേ. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു സാറിന്റെ ഇന്നത്തെ ഈ ക്ലാസ്. സാർ കുറെ കൂടെ കാവ്യാത്മകമാക്കായിരുന്നു ഇന്നത്തെ ക്ലാസ്. സാർ ഈ ഇൻവെൻഷൻസ് ആണ് ഇതുമായിട്ട് ചേർത്ത് പറഞ്ഞതൊക്കെ. ഇൻവെൻഷൻസ്, ഗ്രിപ്പ് കണ്ടുപിടിച്ചതും പ്ലെയിൻ കണ്ടുപിടിച്ചതും ബുള്ളറ്റ് ട്രെയിനിന്റെ മൂക്കും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഈ മനുഷ്യൻ വാക്കിലും നോക്കിലും ഒക്കെ ഉൾപ്പെടുത്തുന്ന കാര്യം കൂടെ ചേർത്തിരുന്നെങ്കിൽ ഒന്നുകൂടെ ഗംഭീരമായെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എങ്കിലും അതിമനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു സാർ. ഐ എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു. ശുദ്ധവാൻ സാർ പറഞ്ഞതിന്റെ ഇതിലാണ് നമ്മുടെ യോഗയൊക്കെ ചെയ്യുന്ന മാർജാരാസനം അല്ലേ, അങ്ങനെയുള്ള ആസനങ്ങളെല്ലാം ഈ പൂച്ച അങ്ങനെ പർവ്വതാസനം, പത്മാസനം, കുക്കുടാസനം, പർവ്വതാസനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അത് ഗംഭീരമാണ്. സാർ പറഞ്ഞ അതാണ്, ഈ യോഗയിലെ ഒരുപാട് വാക്കുകൾ ഈ ഇതുമായിട്ട് ചേർന്നിട്ട് നമ്മള് പറയാറുണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു റിക്വസ്റ്റ് ജോസഫ് ജോൺ സാറിൻ്റെ ഭാഗത്ത് കിടപ്പുണ്ട്. രണ്ടുപേരെയെങ്കിലും ഡോക്ടർ പറയാൻ, കാരണം അത് പാടി കേൾക്കുമ്പോൾ സാറ് പാടി കേൾക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത 2 വരി 4 വരി എത്രയും പാടും. ശംഖുപുഷ്പം കണ്ണെഴുതുന്ന ആയാലും, അല്ലെങ്കിൽ മാലിന്യ നദിയിൽ കണ്ണാടി നോക്കുവായാലും മതി. കണ്ണാടി കണ്ടുപിടിച്ചതിന് മാലിന്യ നദി നോക്കിയിട്ടൊന്നല്ല സാർ. ശംഖുപുഷ്പം ആവട്ടെ സാർ. ജോസഫ് സാർ റൈറ്റ് ചോയ്സ് ആണ്, ആയിക്കോട്ടെ. ഞാൻ കുടുംബ സദസ്സിൽ ഇരിക്കുകയായിരുന്നു, അവിടെ നിന്ന് മാറി. പേടിയുണ്ട് അല്ലേ? അവിടുന്ന് അതെ അതെ. കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശകുന്തളേ ശകുന്തളേ. താമരയിലകളിൽ അരയെന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ, നീലക്കാടുകൾ മലർമത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, ശകുന്തളേ
ശകുന്തളേ. അടുത്ത ശാസ്ത്രം ഞാൻ ഓർക്കുന്നില്ല. ആ അത് മതിയല്ലോ. മാ- ആയിക്കോട്ടെ. മാനത്തെ വനജോത്സന. ആ മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോ നീലക്കാടുകൾ നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ, അല്ലെ അങ്ങനെയല്ലേ? നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ഓക്കെ, താങ്ക് യു. അന്നത്തെ കാലത്ത് ഈ ബസ്സും കാറും ബഹളമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കാൻ പറ്റിയത്. ഇന്നിപ്പോ പറ്റത്തില്ല. അതെ. നമ്മുടെ ഇന്നത്തെ പാഠപുസ്തകം അറിയാണ്ട് നമ്മുടെ ഇന്നത്തെ ഇപ്പൊ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞ മറ്റ് എലമെന്റുകളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇന്ന് ഇതിനകത്ത് മറ്റുള്ള എലമെന്റുകളെല്ലാം കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാവ്യാത്മകമായി ഡോക്ടറുടെ ഇൻപുട്ടിൽ കൂടിയാണ് സംഗീതം വന്നു. കാവ്യാത്മകമായ എല്ലാ പോയിന്റുകളും അല്ല സാർ, അങ്ങനെയാണല്ലോ എപ്പോഴും സാബു ഇതിനകത്ത് സാറിന്റെ പ്ലാറ്റ്ഫോം അങ്ങനെ തന്നെയാണല്ലോ. എല്ലാവരുടെയും കോൺട്രിബ്യൂഷനാണ് ഇതിനെ മികച്ചതാക്കുന്നത്. ഡോക്ടർ താങ്ക് യു. അല്ല സാറേ, ഏത് കാര്യവും പെർഫെക്റ്റ് ആണ്. ഇപ്പൊ സാറ് കിങ്ഫിഷറിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഈ കിങ്ഫിഷറിന്റെ എക്സാമ്പിള് അതൊരു ഒരു എന്താ പറയുന്ന മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത്. ഈ കിങ്ഫിഷറിനെ മീൻ പിടിക്കുന്നത് നോക്കൂ, എത്ര ശക്തിയോടും എത്ര സ്പീഡിലാണത് മുങ്ങാങ്കുഴിയിട്ട് മീനെ കൊണ്ട് പോകുന്നത്, ഒരു ചലനം. അപ്പം ശരിക്കും എഞ്ചിനീയർ അല്ല അത് കണ്ടുപിടിച്ച് ആ കോൺസെപ്റ്റ് പറഞ്ഞത് ഒരു ഇപ്പൊ ഇതുപോലെ ഡോക്ടർ മറ്റൊരു തലം പറഞ്ഞു തന്നു അല്ലെ. ഇവിടെയാണ് ഒരു ഇന്റഗ്രിറ്റിയുടെ പാർട്ട് വരുന്നത്. യെസ്. ശരി, ഇന്ന് അതുപോലെ ജോർജ് സാറേ, സാറില്ലല്ലേ? നമ്മുടെ ഈ സബ്മറൈനുകളില്ലേ, സബ്മറൈനുകൾ, മുങ്ങിക്കപ്പൽ, യെസ്. അത് ശരിക്ക് നമുക്ക് അതിന്റെ ഷേപ്പ് നോക്കിയിട്ടില്ലേ നമ്മൾ കാണുന്നത്? അത് ശരിക്ക് നമ്മുടെ മത്സ്യത്തിന്റെ അതേ ഷേപ്പാണ്. ഒരു ഷേപ്പ് തന്നെയാണത്. ഓക്കെ. അപ്പോ കുഞ്ഞായി മാസ്റ്റർ നിങ്ങൾ പറയുന്നോ? കുഞ്ഞായി മാസ്റ്റർ പറയൂ. ഓക്കെ, വേറെ ആരും പറയാനില്ല. മാത്യു സാർ, സിന്ധു മാം, എനിബഡി എൽസ്? ഇല്ല. ഇനി ടോമി സാർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഇപ്പൊ കാര്യമൊക്കെ മനസ്സിലായില്ലേ? ഇല്ല സാർ, കാര്യങ്ങളൊക്കെ മനസ്സിലായി. വളരെയധികം ഇതായിരുന്നു. ഏതാണേലും എനിക്ക് കൂടുതലൊന്നും ഇപ്പൊ ആഡ് ചെയ്യാനില്ല സാറേ, കാരണം എല്ലാവരുടെയും ഞാൻ അങ്ങനെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു. അല്ല സാറ് ഇപ്പൊ നോക്കിയ സാറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മരം, മുറ്റത്ത് നിൽക്കുന്ന മരം സാർ അകത്ത് കൊണ്ട് വെച്ചിരിക്കുക. ഇതൊരു ബയോമിമിക്രി അല്ലേ? അതെ, അങ്ങനെയൊക്കെ പരമാവധി. എന്റെ ടെറസിലാണ് എന്റെ കൃഷി മുഴുവൻ. സാറിന്റെ ടെറസ്, സാറിനെ കുറിച്ച് അറിയാം. സാറൊന്ന് പറഞ്ഞേ, അതിനെ കുറിച്ച് പറഞ്ഞു. ഇവർക്ക് അത് അറിയത്തില്ല. സാറിന്റെ പഴയ ക്ലാസ് കേട്ടിട്ട് സാറിന്റെ ഞാൻ വെറും 10 സെന്റുകാരനാണ്. എന്റെ വീട്ടില് പിന്നെ തറവാട്ടിൽ നിന്ന് മാറി വൈഫിന്റെ ജോലിയുടെ സൗകര്യാർത്ഥം ഞാനൊരു 10 സെന്റ് മേടിച്ച് അതിനകത്ത് വീട് വെച്ചതാണ്. അപ്പൊ അതിന്റെ ചുറ്റിനും കുറച്ച് പിന്നെ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. പക്ഷെ വളരെ വിജയകരമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം പച്ചക്കറിയും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ മാത്രമുള്ള പച്ചക്കറിയും ഞങ്ങളുടെ ടെറസിൽ ഇപ്പോഴും എൻ്റെ വൈഫ് മുകളിൽ കയറി ഇറങ്ങിയതേ ഉള്ളൂ. കാരണം അവിടെ രാത്രിയിൽ കയറിയാൽ എന്തെങ്കിലും പ്രാണി ജീവജാലങ്ങളെ പിടിച്ചു കളയാനുണ്ടാവും. അപ്പൊ അതാണ് ഞങ്ങളുടെ പ്രധാനമായ പിന്നെ പെസ്റ്റ് കൺട്രോൾ. അപ്പം അങ്ങനെയൊക്കെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാർ ഒരു ക്ലാസ് എടുത്തിരുന്നു, ആ പച്ചക്കറിയും നമ്മുടെ ടെറസും ഒക്കെ കാണിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു ക്ലാസ് എടുത്തിരുന്നു. സാറ് അഗ്രികൾച്ചറൽ ഓഫീസറാണ് കേട്ടോ. അറിയാം, എല്ലാവർക്കും അറിയാവുന്ന, ഫ്ലോറിലിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. സാർ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നല്ലേ? അസിസ്റ്റന്റ് നോൺ കേഡർ ആയിരുന്നു, റിട്ടയർ ആയിരുന്നു. ഇപ്പൊ ഡിഗ്രി സ്കെയിലാണ് പെൻഷൻ വാങ്ങുന്നത്. യെസ്. അപ്പോൾ മനോജ് സാർ, താങ്ക് യു. സാറ് വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വിഷയത്തിലൂടെ. ടൈറ്റിൽ തന്നെ ഭയങ്കര മനോഹരമാണ് അല്ലേ? നമുക്കത് പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ നമ്മളൊന്ന് നെറ്റിൽ കൂടെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ബയോ മിമിക്രി എന്ന് പറഞ്ഞ് 100 കണക്കിന് എക്സാമ്പിൾസ് ആണ്, ലൈവ് എക്സാമ്പിൾസ് ആണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ എത്രമാത്രം ഡെപ്തുള്ള കാതലായ ഒരു വിഷയമാണിത്. പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ? പക്ഷെ ഇതുപോലത്തെ പുതിയ
പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ഒത്തിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബയോ മിമിക്രി ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു വർഷം അവസാനിക്കാൻ പോകുന്നു, പുതുവർഷം വരാനായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പുതുമ വേണമല്ലോ. അപ്പോൾ അതിനെ പറ്റിയ പ്രകൃതിയുമായിട്ട് തന്നെ യോജിച്ചിരിക്കുന്ന തരത്തിലുള്ളൊരു അടുത്ത ചിന്തയായിക്കോട്ടെ. 30-ാം തീയതി കൂടെ ഉണ്ട്. ഒരു ഒരെണ്ണം കൂടെ കൊണ്ടുപോവാ 30-ാം തീയതി. അപ്പോൾ അത് പുതുവർഷത്തെ ബേസ് ചെയ്തിട്ടുള്ള വേറൊരു പരിപാടി ആയിക്കോട്ടെ, നോ പ്രോബ്ലം. നമുക്ക് അതെല്ലാം നമ്മൾ ആഘോഷിക്കുകയും ഒക്കെ എല്ലാത്തിനെയും വരവേൽക്കുകയും എല്ലാം അറിയുകയും, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു രീതിയിൽ കൂടെയാണല്ലോ നമ്മളെല്ലാവരും ജീവിതത്തെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആക്കാം. സാറിൻ്റെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകമായ പേഴ്സണൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ക്രിസ്മസ് ആശംസ കൂടെ തരണം. ഒപ്പം ക്രിസ്മസ് ആശയം അത് പറഞ്ഞിരുന്നു നേരത്തെ. ഇവിടെ ക്രിസ്മസ് ആശംസകൾ പറയാനായിട്ടും ഇനിയിപ്പം വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ എൻ്റെ പേരിൽ മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരിലുമുള്ള ക്രിസ്മസ് നവവത്സര ആശംസകളൊക്കെ ഇൻ അഡ്വാൻസ് എല്ലാവർക്കും നല്ല ക്രിസ്മസ് ആയിരിക്കട്ടെ, നല്ല ന്യൂ ഇയർ ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നമസ്കാരം. നാളെ നമുക്ക് ആർട്ട് ഓഫ് ഹാപ്പിനെസ് ആണ് നമ്മുടെ ക്രിസ്മസിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബുക്ക് റിവ്യൂ ആണ്. ദലൈലാമയുടെ ബുക്കാണ്. നമുക്കൊന്ന് ശരിക്കും പഠിക്കാം. Okay, see you. All right. Okay then. Right. Good night. Good night. Take care. Bye-bye. Right. Good night to all. ഷീല മാം എവിടെയായിരുന്നു?